നമസ്കാരം. സിനിമാ കോൺക്ലേവിൽ ഇന്നലെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വികൃതമായ പരാമർശങ്ങളുമായി അടൂർ ഇന്നും മുന്നോട്ട്. പുഷ്പവതി എന്ന തിരുത്തൽ ശബ്ദത്തെ അടൂർ ഇന്ന് നേരിട്ടത് കൂടുതൽ അധിക്ഷേപം ചൊരിഞ്ഞുകൊണ്ടാണ്. ആരാണവൾ? പിടിച്ചിരുത്തേണ്ടായിരുന്നോ മന്ത്രി? വഴിയെ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും കയറി വർത്തമാനം പറയാനുള്ള സ്ഥലമാണോ കോൺക്ലേവ്? അതും ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ഇത് ചന്തയൊന്നുമല്ല. ഇങ്ങനെ പോകുന്നു അടൂരിന്റെ അതിർവിട്ട പരാമർശങ്ങൾ. ഒരു തിരുത്തലിനും തയ്യാറല്ല അടൂർ എന്ന് മാത്രമല്ല, ഒരു സർവാധികാരിയായ മേലാളന്റെ മട്ടാണ് ഓരോ വാക്കിലും വെളിവാക്കുന്നത്. ചാലയിലെ തൊഴിലാളികളെ കുറിച്ച് നടത്തിയ അധിക്ഷേപത്തിലും ആ മാടമ്പി മനസ്സിന് മാറ്റമില്ല. ഇങ്ങനെ ഒരു സവർണ ബിംബത്തെയാണോ കേരളം ബഹുമാനിക്കേണ്ടത് എന്ന ചോദ്യമാണ് അടൂരിന്റെ അതുല്യമായ സംഭാവനകളെ അംഗീകരിക്കുമ്പോഴും ഉയരുന്നത്. ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. അടൂരോ തമ്പുരാനോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മാളവിക ബിന്നി, MJ ശ്രീചിത്രൻ, രാഹുൽ ഈശ്വർ എന്നിവർ തത്സമയം സ്പെഷ്യൽ എഡിഷനിൽ അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം മാളവിക ബിന്നി, ഇന്നലെ അടൂർ നടത്തിയ പരാമർശങ്ങളെക്കാൾ അതിർവിട്ടതായില്ലേ ഇന്ന് അദ്ദേഹം സ്വന്തം വാദം ന്യായീകരിക്കാൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് വയ്ക്കുന്ന കൂടുതൽ വാദഗതികൾ? അബ്സല്യൂട്ട്ലി. എനിക്ക് തോന്നിയത് പുഷ്പവതി ചേച്ചി ഏറ്റവും മാന്യമായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. ഞാൻ വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഇത് ഏറ്റവും കുറിക്കൊള്ളുന്ന പോലെ തന്നെ ഒരു റെസ്പോൺസ് കിട്ടിയേനെ. അത് ആ ഒരു മാന്യത അടൂർ അർഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം പുഷ്പവതി ചേച്ചിക്ക് എന്തിനാണ് ഇനി ഒരു പബ്ലിസിറ്റി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വെറുതെ പോയൊരു സ്ത്രീ അല്ലല്ലോ. സംഗീത നാടക അക്കാദമിയുടെ വലിയൊരു സ്ഥാനത്ത് ഇരിക്കുന്ന ശ്രീമതി പുഷ്പവതി പൊയ്പ്പാടത്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് പോലും അറിയില്ല. അത്രയും അറിവില്ലായ്മയാണ് ഇവിടെ പ്രകടമാകുന്നതെന്ന്. ഇതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെയാണ് ആക്ച്വലി ഒരു ക്ലാസ്സിൽ വിടേണ്ടത്. ഒരു മിനിമം 3 മാസമെങ്കിലും ഇൻറ്റൻസീവ് ട്രെയിനിങ്. എന്താണ് സാമൂഹ്യ നീതി, ആരാണ് ദളിതർ, എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ, ആരൊക്കെയാണ് ഇവിടെ ദളിത് ഫിലിം മേക്കേഴ്സ് ആയിട്ടുള്ളത്, മാർജിനലൈസ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അടിച്ചമർത്തപ്പെട്ട വർഗത്തിൻ്റെ ഒരു ചരിത്രത്തിനെ കുറിച്ച് ഇങ്ങനെയുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ്ങിന് മിനിമം ഒരു 3 മാസമെങ്കിലും അദ്ദേഹത്തിനെ വിടണം. എന്നാൽ അദ്ദേഹത്തെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇനി സിനിമ എടുക്കാവുള്ളൂ, ഏതെങ്കിലും ഒരു പൊതു ചടങ്ങിൽ സംസാരിക്കാവുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പൊസിഷൻ, പബ്ലിക് പൊസിഷൻ അദ്ദേഹം അലങ്കരിക്കണമെങ്കിലും ഈ ഒരു ട്രെയിനിങ് ആവശ്യം. അദ്ദേഹത്തിന് മാത്രമല്ല, ഇതേപോലെ ചിന്തിക്കുന്ന അനവധി പേരുണ്ട്. അതുകൊണ്ടാണല്ലോ കയ്യടി അവിടെ വന്നത്. ഇന്നലെ അങ്ങനെ ഒരു ഒരു നാക്കുപിഴ വന്നതാണെങ്കിൽ, അല്ലെങ്കിൽ തെറ്റിപ്പോയതാണെങ്കിൽ, ഇന്ന് അദ്ദേഹത്തിന് അത് തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ആ അവസരം പോലും ഉപയോഗിക്കാതെ ഏതോ ഒരു സ്ത്രീ എന്ന് അത്രയും കൂടി ദളിത് മനുഷ്യരെ അറിയാത്ത അല്ലെങ്കിൽ അവഹേളനപരമായിട്ട് ആണ് അദ്ദേഹം സംസാരിച്ചത്. ഇതിന് മാപ്പ് കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. വളരെ കൃത്യമായിട്ട് SC/ST അട്രോസിറ്റി ആക്ടിന് അകത്ത പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആസ് എ കമ്മ്യൂണിറ്റി ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് വന്ന ഒരു ദളിത് ഫീമെയിൽ വോയിസിനെതിരെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കുക. അജ്ഞരാണെന്ന് പറയുന്നു. അവർക്ക് അക്ഷരജ്ഞാനം എന്താണ്, കവിത എഴുതണമെങ്കിൽ അക്ഷരജ്ഞാനം വേണം, അതുപോലെ സിനിമയ്ക്ക് ലാംഗ്വേജ് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ എത്ര സ്റ്റീരിയോടിപ്പിക്കലായിട്ടാണ് ദളിത് സമൂഹത്തിനെ കുറിച്ച് അദ്ദേഹം വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഒന്നാലോചിക്കുക. സതീഷ് ദേശ്പാണ്ഡെയൊക്കെ മെറിറ്റ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ ക്യാപിറ്റൽ ഇതിൽ സാംസ്കാരികമായിട്ടുള്ള മൂലധനവും സാമൂഹികമായിട്ടുള്ള മൂലധനവും ചേർന്നാണ് ഇതിവിടെ മെറിറ്റ് എന്ന് പറയുന്ന കാര്യം കൺസ്ട്രക്റ്റഡ് ആകുന്നത് തന്നെ. ഇതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ABCD അറിയാത്ത ഒരു മനുഷ്യനെ ഇത്രയും ഗ്രേറ്റ് ആയിട്ട് വിചാരിച്ച്, നമ്മൾ ഇത്രയും ഒരു ഗ്രേറ്റ് ഫിലിം മേക്കർ ആണെന്ന് വിചാരിച്ച് ഞാൻ പോലും എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നതിൽ ഇപ്പം നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നുന്ന ഒരു സിറ്റുവേഷന് വന്ന് എത്തിയിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് ഫീമെയിൽ ഫിലിം മേക്കേഴ്സിനെ കുറിച്ചും അദ്ദേഹം പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വരെ, എനിക്കൊന്ന് നിഷിദ്ധം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയ ഫീമെയിൽ ഫിലിം മേക്കേഴ്സ് നമുക്കുള്ളപ്പോഴാണ് സ്ത്രീകൾക്ക് ഈ പൈസ കൊടുക്കണ്ട അല്ലെങ്കിൽ ഈ ഗ്രാൻഡ് കൊടുക്കണ്ട. ഇതൊരു ജനറൽ ആൻറ്റി റിസർവേഷൻ വികാരത്തിൽ നിന്ന് വരുന്ന അതേ കാസ്റ്റിസ്റ്റ് മനോഭാവമാണ്. ഇത് ഒരു ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള മനോഭാവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കണമെന്നല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ദളിത് മനുഷ്യർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ടാലന്റ്ലെസ് ആയിട്ടുള്ള
ഒരു സമൂഹമാണ് എന്ന് ദളിത് മനുഷ്യരെ വിളിക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് നിശ്ചയമായിട്ടും ഇത് റെസ്പോണ്ട് ചെയ്യുക മാത്രമല്ല, ഇദ്ദേഹത്തിന് മാത്രമല്ല, ഇനി ആ പൊസിഷൻസിൽ ഇരിക്കുന്ന ആ കൈയടിച്ച മനുഷ്യരെ ഓരോരുത്തരെയും ബോധവൽക്കരിക്കേണ്ട ഒരു അധിക ഭാരം ഇവിടുത്തെ ഒരു മീഡിയയ്ക്കും അതേപോലെ ഇവിടുത്തെ ദളിത് ആക്ടിവിസ്റ്റിനും വരുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. ശരി, എം ജെ ശ്രീചിത്രൻ, ഇവിടെ അടൂര് എന്നൊരു ടെലിവിഷൻ അഭിമുഖത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വാചകം അങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പുഷ്പവതിയെ പറ്റിയാണ്. ഷീസ് ആൻ അൺനോൺ എൻറ്റിറ്റി എന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ ബാക്കി SC/ST വിഭാഗങ്ങൾക്ക് പരിശീലനം വേണം, സ്ത്രീകൾക്ക് പരിശീലനം വേണം എന്നൊക്കെ പറഞ്ഞ ആ ഭാഗം മാറ്റി നിർത്തുക. ഒരു ചോദ്യം, അത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് രുചിക്കാത്തൊരു ചോദ്യം വരുമ്പോൾ ചോദ്യകർത്താവ് തന്നെ ഇല്ല, അങ്ങനെ ഒരു എൻറ്റിറ്റി തന്നെ ഇല്ല എന്ന് ഏകപക്ഷീയമായി നിർവചിക്കുന്ന ഒരു മനസ്സിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇത് ആദ്യമേ പറയേണ്ടതുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ വളരെ ഇഷ്ടത്തോടെയും ആവേശത്തോടെയും കണ്ട, ഇന്നും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകൾ മുതൽ, സ്വയംവരം, കുടിയേറ്റം മുതലുള്ള സിനിമകളുടെയൊക്കെ ഒരു ആരാധകനുമാണ്. സിനിമകളുടെ ആരാധകനാണ്, അത് വ്യക്തിയുടെ ആരാധകനല്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ചോദ്യത്തിന് മറുപടിയായി ചോദ്യമുയർത്തിയ ആളുടെ എൻറ്റിറ്റിയെ നിഷേധിക്കുക എന്ന് പറയുന്നിടത്ത് നമുക്ക് അദ്ദേഹത്തിന് കിട്ടിയ മറുപടി അതിനുള്ള കൃത്യമായ മറുപടിയാണ് യഥാർത്ഥത്തിൽ. നിങ്ങൾ നോക്കൂ, പുഷ്പവതി എന്ന് പറയുന്നത് കേരളത്തിൽ 20 വർഷത്തോളമായി പാടുന്ന സംഗീതജ്ഞയാണ്, കർണാടക സംഗീതജ്ഞയാണ്, അതോടൊപ്പം സിനിമാ പാട്ടുകൾ പാടിയിട്ടുള്ള ഗായികയാണ്, അതോടൊപ്പം സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണാണ്. ഇതൊന്നുമല്ല അവർ ആദ്യം മറുപടിയായി പറഞ്ഞത്, ഞാനൊരു ഇന്ത്യൻ പൗരയാണ് എന്നാണ്. അതാണ് അവരും അടൂർ ഗോപാലകൃഷ്ണൻ തമ്മിലുള്ള വ്യത്യാസം. അവരാദ്യം പറഞ്ഞ മറുപടി അതൊന്നുമല്ല. ഇതൊക്കെയായി നിങ്ങൾക്ക് അവരെ അറിയുമോ അറിയില്ലേ എന്നതിനേക്കാളും പ്രസക്തമായൊരു വാചകമാണത്, ഞാനൊരു ഇന്ത്യൻ പൗരയാണ്. ഒരാൾക്ക് ഇത്രമേൽ സ്ത്രീ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവും ദളിത് വിരുദ്ധവും ആത്യന്തികമായി ഭരണഘടനാ വിരുദ്ധവുമായ നിലയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കാനുള്ള അർഹത അവർ ഒരു ഇന്ത്യൻ പൗരയാണ് എന്നതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ജ്ഞാനവാർദ്ധക്യങ്ങൾക്കൊക്കെ സംഭവിക്കുന്ന ഒരു പരിണാമം കേരളത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് വിലയിരുത്തേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അടൂർ ഗോപാലകൃഷ്ണൻ അതിൻ്റെ ഒരു കൃത്യം സ്പെസിമെനാണ്. കേരളത്തിൽ ഒരു കാലത്തെ ഫ്യൂഡൽ ബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഏറ്റവും സൂക്ഷ്മമായ തലത്തിലുള്ള ദൃശ്യങ്ങൾ കേരളത്തിന് സംഭാവന ചെയ്ത ചലച്ചിത്രകാരനാണ് അടൂർ. അദ്ദേഹത്തിൻ്റെ സിനിമകളിലാണ് നമ്മളത് കാണുക. ആ നിലയ്ക്ക് കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയുടെ പരിണാമത്തെ അടയാളപ്പെടുത്തുന്ന സിനിമകൾ ചെയ്ത സംവേദനശേഷി ഉണ്ടായിരുന്ന ഒരാൾ ഇന്ന് എന്താണ് നമ്മുടെ നാട്ടിലെ പുതിയ ദളിത് പക്ഷം എന്നത്, സ്ത്രീപക്ഷം എന്നത്, സാമൂഹ്യ നിരീക്ഷണങ്ങൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്നത്, സാമൂഹ്യ മൂലധനം എന്താണ് എന്നത്, ഇതൊന്നും മനസ്സിലാവാത്ത ഒരാളായി പരിണമിക്കുന്നു എന്ന് പറയുന്നത് വല്ലാത്തൊരു പാരഡൈം ഷിഫ്റ്റാണ്. പക്ഷേ ശ്രീചിത്രൻ അദ്ദേഹത്തിന് അറിയാത്ത ചില മേഖലകളുണ്ട്, അദ്ദേഹത്തിന്റെ ജ്ഞാനവാർദ്ധക്യത്താൽ അദ്ദേഹത്തിന് കൺപായിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്, അവിടെ നടക്കുന്ന വലിയ നീതി നിഷേധങ്ങളുണ്ട്, അതിനെപ്പറ്റിയൊന്നും അടൂരിന് ബോധ്യമില്ല എന്ന് പറയുന്ന ആ മേഖലയൊക്കെ അവിടെ നിൽക്കട്ടെ. അടൂർ എവിടെയാണ് പങ്കെടുത്തത്? ഒരു കോൺക്ലേവിലാണ്. സിനിമ പോലെ ഒരു സാംസ്കാരിക സംരംഭവുമായി ബന്ധപ്പെട്ട കൂടിയാലോചന വേദിയാണത്, അല്ലേ? അവിടെ മറ്റൊരു ബോധ്യങ്ങളും വേണ്ട. അടൂർ ഒരുപാട് ഇത്തരം വേദികളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. കൊടുക്കൽ വാങ്ങലാണ് അവിടെ നടക്കുന്നത്, അല്ലേ? അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, ഏകപക്ഷീയമായി മറ്റുള്ളവരെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുക, അതല്ല അതിന്റെ വിനിമയ സ്വഭാവം എന്ന ബോധ്യം എന്തായാലും അടൂരിനെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. ഒരു റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ്ങും വേണ്ടതില്ലല്ലോ. അപ്പോൾ അത് തന്നെ നിഷേധിക്കുന്ന സമീപനം അടൂർ പുലർത്തുന്നതിന് എങ്ങനെയാണ് കാണേണ്ടത്? മറ്റൊക്കെ നമുക്ക് സവിശേഷമായി അദ്ദേഹം പഠിക്കേണ്ട മേഖല എന്ന് പറയാം. അദ്ദേഹം ദൈനംദിനം ഇടപെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സംവാദ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷ, അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ മനോഭാവം അതെന്താണ്? ആ ബോധ്യം അദ്ദേഹത്തിന് ഉള്ളതായിട്ട് എനിക്ക് മുൻപും ബോധ്യമില്ല. ഇത് വെറുതെ തോന്നുക നിങ്ങൾക്ക്. അതായത് ഡീസെൻട്രലൈസ്ഡായി, വികേന്ദ്രീകൃതമായി ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തുക, അങ്ങനെ ഈ സിനിമാ മേഖലയുടെ പല തലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒത്തുചേർന്ന് ക്രമേണ ഒരു സിനിമാ നയം രൂപീകരിക്കുക, ഇതൊക്കെയാണല്ലോ കോൺക്ലേവിൽ നടക്കുന്നത്. അദ്ദേഹം മുൻപേ കണ്ടിരിക്കുന്ന ചലച്ചിത്ര രംഗത്തെ പ്രവർത്തനം അങ്ങനെയല്ല. ചില ആളുകൾ മുകളിൽ കസേരയുടെ മുകളിൽ കാലും കയറ്റിയിരുന്ന് നിർമ്മിച്ചെടുക്കുന്ന സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, കേന്ദ്രീകൃതമായിട്ടുള്ള ചില നയങ്ങൾ താഴത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ്
അദ്ദേഹത്തിന്റെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സംഭവം അദ്ദേഹം ആ പ്രസംഗത്തിൽ ഓർമ്മിച്ചല്ലോ. അവിടെ അത് വളരെ കൃത്യമാണ്. ചില തീരുമാനങ്ങൾ ചലച്ചിത്രത്തെ പറ്റി മഹാപണ്ഡിതന്മാരായ ഞങ്ങൾ എടുക്കുന്നു. ഞങ്ങൾക്ക് സമർപ്പിച്ച ചില റിപ്പോർട്ടുകളുണ്ട്. ഞങ്ങൾ ഇത്രയും കാലത്തെ പഠനത്തിലൂടെ ഉണ്ടാക്കിയ ചില അറിവുകളുണ്ട്. ആ അറിവുകൾ വെച്ച് ചലച്ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ബാക്കിയുള്ള എല്ലാവരും ചെയ്യേണ്ടത് എന്ന നയമാണ് അടൂരിന് മുൻപേ ഉള്ളത്. അദ്ദേഹത്തിന് സംവാദക്ഷമത എന്ന് പറയുന്നത് വളരെ കുറവാണ്. എല്ലാ പ്രസ്താവനകളിലും അത് അടൂര് കാണുന്ന പോലത്തെ ഒരു വേദിയല്ലല്ലോ, ഇതൊരു സംവാദ വേദിയാണല്ലോ, ആർക്കും പ്രതികരിക്കാമല്ലോ. മാളവിക, അങ്ങേക്ക് പറയാം. തീർച്ചയായിട്ടും. അല്ല, ഞാൻ ശ്രീചിത്രം പറഞ്ഞതിനോട് വിയോജിക്കുകയാണ്. അടൂരിൻ്റെ സിനിമകൾ വളരെ സൂക്ഷ്മമായിട്ട് കേരള സോഷ്യൽ കോണ്ടെക്സ്റ്റിനെയോ ഇന്ത്യൻ സോഷ്യൽ കോണ്ടെക്സ്റ്റിനെയോ ഉണ്ട് എന്നുള്ളതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല. ഒന്നത്. രണ്ട്, ശ്രീചിത്രൻ ഇപ്പം പറഞ്ഞത് അദ്ദേഹത്തിന് ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് മാത്രമായിരിക്കില്ലല്ലോ. ഇപ്പോൾ പല ജൂറിയുടെയും ഹെഡായിട്ടിരുന്നിട്ടുള്ള ആളാണ്. അപ്പോൾ പല രീതിയിലുള്ള സിനിമയുടെ വിഷ്വൽ ലാംഗ്വേജ് ഇപ്പം അദ്ദേഹം തന്നെ ഇന്ന് സിനിമയുടെ വിഷ്വൽ ലാംഗ്വേജ് അവർ പഠിക്കണ്ടേന്ന് അവർ ചോദിക്കുന്നു. അങ്ങനെ ഒറ്റ രീതിക്കുള്ള സിനിമകൾ മാത്രമല്ലല്ലോ ഈ ലോകത്തുണ്ടാകണ്ടേ. പല രീതിയിലുള്ള വിഷ്വൽസ് ഈ ലോകത്തുണ്ടാകണല്ലോ, പല രീതിയിലുള്ള സിനിമാറ്റിക് ഗ്രാമറുകൾ. അത് പുതിയ മനുഷ്യർ ഈ സിനിമയിൽ വന്നാൽ മാത്രമേ അത് പറ്റുള്ളൂ. ഇപ്പം സിനിമയുടെ ഒരു ഫ്യൂഡൽ വ്യവസ്ഥ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തകർച്ചയിൽ മനം നൊന്ത് ഇദ്ദേഹത്തിന് യുക്തിക്ക് ന്യായീകരിക്കാൻ വേണ്ടി വെക്കുന്നത് 3 മാസത്തെ ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് ഒരു സാങ്കല്പികമായ ഒരു പറച്ചിൽ മാത്രമല്ലേ? അതിലെന്തെങ്കിലും ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണോ? കാരണം ഇതേ നാവ് കൊണ്ട് ഇതേ വ്യക്തി പറയുകയാണ് സത്യത്രയെ പറ്റി. എന്താണത്? ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിച്ചിട്ടില്ല, പക്ഷേ യാത്ര ചെയ്തു, ഒരുപാട് സിനിമകൾ കണ്ടു, ലണ്ടനിലൊക്കെ പോയി 100 സിനിമ ഒറ്റയിരിപ്പിനിരുന്ന് കണ്ടു. ഒരു സെക്കൻഡ് സാർ. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ആയുസ് മുഴുവൻ അതിനുവേണ്ടി കൊടുത്തു. ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ് 3 മാസത്തെ പറ്റി പറഞ്ഞത്. അങ്ങനെ 3 മാസം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊരു സ്വീകാര്യത കൊടുക്കേണ്ടതില്ല. 3 മാസമോ ഒരു ദിവസമോ എന്നതല്ല, വിഷയത്തിലുള്ള ഈ വ്യക്തിയുടെ സമീപനമാണ്, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുലർത്തുന്ന ഒരു അധികാര ബോധമാണ്. അതല്ലേ പ്രശ്നം? അല്ല, അത് തന്നെയാണ് പ്രശ്നം. അതുമല്ല, അദ്ദേഹം ഈ 3 മാസം എന്ന് പറയുന്നതിന് എന്ത് ലോജിക്കാണുള്ളത്? 3 മാസം കൊണ്ട് ഒരാൾക്ക് ലോകോത്തര ഫിലിം മേക്കർ ആകാൻ പറ്റും? അതും അദ്ദേഹം പറഞ്ഞത് ഇത് എന്താണ്, SC/ST മനുഷ്യർക്ക് മാത്രമാണ് ഇന്റൻസീവ് ട്രെയിനിങ്, എല്ലാവർക്കും എന്നുള്ള ഒരു വാക്ക് അദ്ദേഹം അവിടെ യൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും അതിന്റെ ഒരു യുക്തി മനസ്സിലാക്കാമായിരുന്നു. ഇപ്പോൾ ഒട്ടുമേ യുക്തി മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് MTയുടെ വരികളിൽ നമ്മൾ കാണുന്നത് പോലെ ഫ്യൂഡൽ തകർച്ചയിൽ ആകുലപ്പെടുന്ന ഒരു അമ്മാവൻ സിൻഡ്രോം ബാധിച്ച ഒരാളായിട്ടേ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വലിയ ജനതയാണ് ഇവിടെ ഇഗ്നറന്റ് എന്ന് വിളിക്കപ്പെട്ടത്. അതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഇദ്ദേഹത്തിന് വീണ്ടും വിചാരമോ വരുന്നില്ല, അതിനെക്കുറിച്ചൊരു ബോധം പോലും വരുന്നില്ല. അതിനെക്കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള വിമുഖത. ഒരേ രീതിക്ക് തന്നെ സിനിമകൾ വീണ്ടും വീണ്ടും എടുക്കണം എന്നുള്ളൊരു ദുശാഠ്യം. ഞാൻ കഴിഞ്ഞാൽ ഈ സിനിമയിൽ ആരുമില്ല. ഇദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും മീഡിയ പേഴ്സൺസ് പറയുന്നുണ്ട്, പുഷ്പവതി ചേച്ചിയുടെ ക്രെഡൻഷ്യൽസ് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ഇല്ലില്ല, അങ്ങനെ പിന്നണി ഗാനം എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ സിനിമയിൽ മാത്രമേ ഉള്ളൂ. പിന്നണി അതവരുടെ മേഖലയല്ലല്ലോ എന്ന് പറയുന്നു. ചലച്ചിത്ര നാടക അക്കാദമിയുടെ കാര്യം പറയുമ്പോൾ അത് സിനിമയായിട്ട് എന്താണ് ബന്ധമെന്ന് പറയുന്നു. ഞാൻ കഴിഞ്ഞാൽ പ്രളയം, ഐ ആം ദി സ്റ്റേറ്റ് എന്നുള്ള ഒരു മനോഭാവത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളോട് എൻഗേജ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരാളെ ആ കോൺക്ലേവിൽ ഒരു വലിയ മിസ്ഫിറ്റായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ആ കോൺക്ലേവ് നടത്തിയതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? സിനിമയിലുള്ള ന്യൂനതകൾ, അതിനകത്തുള്ള ഇൻവിസിബിളൈസ്ഡ് ആയിട്ടുള്ള അദൃശ്യവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുക എന്നുള്ളത്, അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ സെൻട്രൽ സ്റ്റേജിൽ കൊണ്ടുവരിക എന്നുള്ള സിനിമയിലുള്ള പുഴുക്കുത്തുകളെ മാറ്റുക എന്നുള്ള കോൺക്ലേവിൻ്റെ തന്നെ വലിയ ഉദ്ദേശം. ഇത് എന്താ നമ്മൾ പറഞ്ഞു, അവസാനം കൊണ്ട് കുടമടച്ച് കളയുന്ന ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. കുറെ കൂടെ ഗൗരവത്തോടെ തന്നെ ആരൊക്കെയൊക്കെയാണ് ഈ കോൺക്ലേവിൽ കൊണ്ടുവരേണ്ടത്. ഈ കോൺക്ലേവിൽ മിസ്ഫിറ്റ് ആയത് പുഷ്പവതി ചേച്ചിയല്ല, മിസ്ഫിറ്റ് ആയത് അദ്ദേഹമാണെന്ന് ഇനിയെങ്കിലും അദ്ദേഹം റിയലൈസ് ചെയ്യേണ്ട വലിയ ആവശ്യമുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന്റെ സിനിമകളെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അത് പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിന് ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ശ്രീധരൻ, 2 കാര്യങ്ങളിൽ മാളവിക ബിന്നി അങ്ങേ ഖണ്ഡിക്കുന്നുണ്ടായിരുന്നു. ഞാനത് വീണ്ടും ആവർത്തിക്കേണ്ടതില്ലല്ലോ. ഒന്ന്, ഈ പറയുന്ന സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ നിർദ്ധാരണ ബോധ്യമല്ല അടൂരിനുള്ളത്. കാരണം അടൂര് ഒരുപാട് ഇത്തരം ജൂറി മെമ്പറായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ഒരാളാണല്ലോ എന്ന്. കൂടാതെ
ഈ പറയുന്ന എലിപ്പത്തായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അങ്ങയുടെ ഒരു മനസ്സിലാക്കൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കാം ഉണ്ടാവുക. പക്ഷേ അതിനെ ആ രൂപത്തിൽ അംഗീകരിക്കുന്നില്ല മാളവിക. വേഗം മറുപടി. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സിനിമകളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച നമ്മുടെ ഈ ഫ്രെയിം വർക്കിൽ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. ഞാൻ കരുതുന്നത് അടൂരിൻ്റെ സിനിമകൾ വിമർശനത്തിന് അപ്പുറത്ത് നിൽക്കുന്ന സിനിമകളാണെന്നൊന്നുമല്ല. ഈ പറഞ്ഞ മാളവിക ബിന്നി പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അതിനുള്ളപ്പോൾ തന്നെയും അനന്തരമാണെങ്കിലും എലിപ്പത്തായമാണെങ്കിലും വിധേയനാണെങ്കിലും അതൊരു ചരിത്രഘട്ടത്തെക്കുറിച്ചിട്ടുള്ള വലിയ സൂചനകൾ, വളരെ സൂക്ഷ്മമായ ചില അനുഭവങ്ങൾ ദൃശ്യമായി നൽകുന്ന സിനിമകളാണ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എനിക്കും അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളുണ്ട്. അതൊന്നാമത്തെ കാര്യം. അത് ഈ ഫ്രെയിം വർക്കിൽ നിൽക്കില്ല. രണ്ടാമത്തേത് കുറെ കൂടി പ്രധാനമാണ്. ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, കേന്ദ്രീകൃതമായിട്ടുള്ള, സംവാദ നിഷിദ്ധമായിട്ടുള്ള ഒരു സിനിമാ സമീപനമാണ് അദ്ദേഹം ജൂറി മെമ്പർ ആയിരുന്നപ്പോഴും എടുത്തത്. ആ മുൻകാലം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം ജൂറിയുടെ ചെയർമാൻ ആയിരിക്കുന്ന കാലത്താണെങ്കിലും അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന കാലത്താണെങ്കിലും അദ്ദേഹം ഞാൻ അതാണ് പറഞ്ഞത്, അദ്ദേഹം കാണുന്നത് സംവാദക്ഷമതയല്ല, സംവാദക്ഷമതയോട് പൂർണ്ണമായ നിഷിദ്ധമായ മനോഭാവമാണ്. അപ്പം സമരങ്ങളോട് അദ്ദേഹം എടുത്ത സമീപനം നിങ്ങൾ നോക്കൂ. ഈ പറഞ്ഞ ഒറ്റ വാചകം നോക്കിയാൽ മതി. ആ ശങ്കർ മോഹൻ എന്ന് പറയുന്ന ഡയറക്ടർക്ക് നേരെ സമരം നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ശങ്കർ മോഹൻ വളരെ കുലീനനായ ഒരാളാണെന്നാണ്. നല്ല തറവാട്ടിൽ ജനിച്ച ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ പെരുമാറാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ അത്രമാത്രം പഴഞ്ചനും യഥാർത്ഥത്തിൽ സാമൂഹ്യ വിരുദ്ധവുമാണ്. പൂർണ്ണമായും സാമൂഹ്യ വിരുദ്ധമായ മനോഭാവങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരാളാണ് അടൂർ. അതുകൊണ്ടാണ് ഞാൻ വരാം ശ്രീധരൻ. 84-ാമത്തെ വയസ്സിൽ ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ്. അത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പുഷ്പവതി അതിൽ ഒരു ചരിത്ര സന്ദർഭം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നാണ് കരുതേണ്ടത്. ഞാൻ വരാം രണ്ടുപേരിലേക്കും. ഇപ്പോൾ രാഹുൽ ഈശ്വറും കൂടി ചർച്ചയുടെ ഭാഗമാവുകയാണ്. രാഹുൽ, ഈ പുഷ്പവതി ഒരു അഭിപ്രായം പറയുകയാണ്, അതും ഒരു കോൺക്ലേവിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന അഭിപ്രായങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കേണ്ട ഒരു വേദിയാണ്. ഒരഭിപ്രായം പറയാൻ ഒരു വ്യക്തിയും നിഷിദ്ധമല്ല, ഒരു അഭിപ്രായവും പറയാൻ ഒരു വ്യക്തിക്കും ഒരു നിഷിദ്ധതയും അവിടെ ഇല്ല എന്നുള്ള ഒരു തുല്യമായ ഒരു വേദിയാണല്ലോ അത്. അവിടെ ഒരു അഭിപ്രായം പറഞ്ഞതിനെ അപ്പോൾ അതിൻ്റെ ഔചിത്യത്തെ പറ്റിയൊക്കെ ഒരുപക്ഷെ സംശയിച്ച് ഇന്നലെ അടൂർ അങ്ങനെയൊക്കെ പ്രതികരിച്ചതിൻ്റെ ആനുകൂല്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തർക്കം ഉള്ളതാണ്. എന്നാലും കൊടുത്താൽ പോലും ഇരുട്ടി വെളുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ കൂടുതൽ ആക്രമണോത്സുകമായാണ് പുഷ്പവതിയെപ്പറ്റി ഈ പറയുന്ന അടൂരിന്റെ തുടർച്ചയായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അതെങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അതൊരു ഘട്ടത്തിൽ ഷീസ് ആൻ അൺനോൺ എൻറ്റിറ്റി എന്ന് വരെ പറയുന്നതിലേക്ക് എത്തി. ആരെയാണ് ഇല്ലാതാക്കിയത് അടൂർ? ശ്രീ വേണു, അങ്ങേക്ക് ഓർമ്മ കാണും, ശ്രീ അടൂർ സാറിനെതിരെ ഇന്നും ഇന്നലെയുമല്ല കുറെ കാലമായി മുള്ളും മുനയും വെച്ച്, കൃത്യമായി പറഞ്ഞാൽ സവർണ ജാതീയ പൊതുബോധമാണ് അദ്ദേഹത്തെ നയിക്കുന്നതെന്ന് പറയാതെ പറഞ്ഞ് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ചില ആൾക്കാർ അദ്ദേഹത്തെ കുറെ കാലമായി ആക്രമിക്കുന്നത് നമ്മൾ കാണുന്നു. അത് KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യത്തിലാണെങ്കിലും മുൻപ് പറഞ്ഞ ഡയറക്ടറുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെയുണ്ട്. ഞാൻ അവരുടെ രേഖകളടക്കം ആ പ്രത്യേക ഡയറക്ടർ സൗഹൃദം കാരണം എന്നെ കാണിച്ചതും മറ്റുമാണ്. അതിലേക്ക് വരാം. പുഷ്പവതിയുടെ കാര്യത്തിൽ ഷീസ് ആൻ അൺനോൺ എൻറ്റിറ്റി എന്ന് പറഞ്ഞതിനുള്ള മറുപടി ആദ്യം രാഹുൽ. ഞാൻ വരുന്നത് ഇനി അടൂർ അല്ല, അദ്ദേഹത്തിന് ഈ വ്യക്തിയെ അറിയില്ലായിരിക്കാം. അദ്ദേഹം 84 വയസ്സുള്ള ഒരാളെ അറിയില്ല എന്നത് ശരി. ഒരാളെ അറിയില്ല എന്ന് പറയുന്നതും ഒരാളൊരു അൺനോൺ എൻറ്റിറ്റി ആണ് എന്ന് പറയുന്നതും രണ്ടാണ്. എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത് ആത്മനിഷ്ഠമാണ്. ഒരു അൺനോൺ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എനിക്ക് അറിയാത്ത ഒരാൾ നിങ്ങൾക്കും അറിയാൻ പാടില്ലാത്ത ഒരാളായിരിക്കണം. അങ്ങനെ ഒരാൾ നിലനിൽക്കുന്നില്ല എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നല്ലോ അതാരാണെന്ന്. അല്ല, ഇത് നമ്മളൊക്കെ ഞാൻ പറഞ്ഞ പല മീഡിയ റിപ്പോർട്ടുകളിലും അദ്ദേഹം ആരാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെങ്കിലും വായിച്ചപ്പോൾ മനസ്സിലാക്കിക്കൂടായിരുന്നു അദ്ദേഹം ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, അദ്ദേഹത്തിന്റെ മലയാളം ഫിലിമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത്. എന്നിട്ടാണ് ഈ ഞാനൊന്ന് വായിച്ചോട്ടെ. നമ്മുടെ രാജ്യം പത്മവിഭൂഷണം നൽകി ആദരിച്ച, പത്മഭൂഷൺ നൽകി ആദരിച്ച, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി ആദരിച്ച 84 വയസ്സുള്ള മലയാള സിനിമയെ ലോക സിനിമയിൽ അല്ലെങ്കിൽ ലോക ഭൂപടത്തിൽ രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാനും സോഷ്യൽ മീഡിയയിൽ കടന്നാക്രമിക്കാനും ചെയ്യുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ്? അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് അതെ, വെർബാറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വെർബാറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കൃത്യമായി വായിക്കാം. മാഡം ഒരു മാഡം ഒന്ന് കേൾക്കാമെങ്കിൽ ഞാൻ എന്തായാലും വായിക്കാം. ഇപ്പൊ മാഡം ഈ ചെയ്യുന്ന അനൗച അല്ല ഒരു സെക്കൻഡ് അല്ല മാളവിക മാഡം ഇപ്പൊ ചെയ്യുന്ന അനൗചിത്യം ചെയ്യരുത്. മാഡം പറയട്ടെ, മാഡം ഒരു സെക്കൻഡ് പറയട്ടെ.
മാളവിക മാഡം ഇപ്പം ചെയ്ത അനൗചിത്യം ചെയ്യരുതെന്നായിരിക്കും അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഉദ്ദേശിച്ചത്. അതായത് വേറൊരാൾ അയാളുടെ അവസരത്തിൽ പറയുമ്പോൾ അനൗചിത്യത്തോടെ കയറി ഇടപെടരുത് എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ ആ പറയുന്നതിൽ ജാതിയൊന്നുമില്ല. അദ്ദേഹം കൃത്യമായി പറഞ്ഞത് എന്താ, പിന്നോക്കാവസ്ഥയിലുള്ള പ്രതിനിധികൾക്ക് അവസരം എന്ന നിലയിലാണ് സർക്കാർ ഗ്രാന്റ് നൽകുന്നത്. ഒരു സിനിമ എടുത്ത ശേഷം അപ്രത്യക്ഷമാകേണ്ടവരല്ല അവർ, അതിനാൽ അവർക്ക് പരിശീലനം അടക്കം നൽകണമെന്നാണ് പറഞ്ഞത്. സിനിമാ ചിത്രീകരണത്തെക്കുറിച്ച് അറിവില്ലാത്തതൊരു പ്രശ്നമാണ്. അവർക്ക് ആവശ്യമായ പരിശീലനം നൽകിയാൽ പിന്നീട് ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും അറിവും ലഭിക്കും. അടുത്തത്, ആദ്യമായി സിനിമ എടുക്കുന്നവർക്ക് 1.5 കോടി എന്നുള്ള വലിയൊരു തുകയാണ് അല്ലേ. ഇനി 2, KSFDCയിലെ മെൽബിൻ മാത്യു, അദ്ദേഹം അവിടുത്തെ ഡയറക്ടറാണ്, ബോർഡ് ഡയറക്ടറാണ്. അദ്ദേഹം എനിക്ക് നമ്മുടെ ചർച്ചകൾക്കടക്കം പല ചർച്ചകളുടെയും മെസ്സേജ് അയച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പല സിനിമകൾക്കും 1.5 കോടി പോകുമ്പോൾ കഴിഞ്ഞ സിനിമയ്ക്ക് 50,000 രൂപ മാത്രമാണ് തിരിച്ചു കിട്ടിയതെന്ന്. അപ്പൊ സസ്റ്റൈനബിലിറ്റി എന്നൊരു വിഷയമില്ലേ? 30 ദിവസത്തിനുള്ളിൽ ഞാൻ പല കാര്യങ്ങളിലേക്ക് പോകരുത്. അതാണ് മാളവിക ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ അടൂർ എന്നതൊരു വ്യക്തിയല്ല, ഒരു മനോഭാവമാണ് താങ്കളുടെ പ്രതികരണത്തിൽ നിന്ന്. അല്ലല്ല, ഒരു സെക്കൻഡ്, താങ്കളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായി. കാരണം താങ്കൾ എന്താ പറഞ്ഞത്, ഇപ്പൊ മാളവിക കാണിക്കുന്ന അനൗചിത്യത്തെ പറ്റിയാണ് ഇന്നലെ അടൂരും പറഞ്ഞത് എന്ന്. മാളവിക എന്താ പറഞ്ഞത്, താങ്കൾ അദ്ദേഹത്തെ പറ്റി എസ്സേ രചിക്കുന്നത് പോലെ. അല്ലല്ല, ഒരു സെക്കൻഡ്, അല്ലല്ല, അങ്ങ് അടൂരിനെ പറ്റി വിശേഷണ പദങ്ങൾ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് അത് പറയുന്നത് പോലെയായിരുന്നു. ഇവിടുത്തെ വിഷയത്തിൽ ഊന്നണമെന്നാണ് മാളവിക പറഞ്ഞത്. അൺനോൺ എൻറ്റിറ്റി എന്ന് പുഷ്പവതിയെ പറ്റി പറയാനുള്ള ഒരു സെക്കൻഡ് അൺനോൺ എൻറ്റിറ്റി എന്ന് പുഷ്പവതിയെ പറ്റി അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശരിയാണോ അങ്ങയുടെ നോട്ടത്തിൽ? ഞാൻ അതാണ് പറഞ്ഞ, അടൂർ സാറിന് അറിയില്ല എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ഒരു ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് കൊടുക്കണ്ടേ. അല്ല, അങ്ങനെ ബോധം വരാത്തത്. അയാളെ അറിയില്ല എന്നാണ് പറയുക. രാഹുൽ ഒരാളെ അറിയില്ലെങ്കിൽ അയാളെ അറിയില്ല എന്ന് പറയുക. ആരാണ് അവൾ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഒരാളെ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അതേ പറയേണ്ടതുള്ളൂ. രാഹുൽ ആയാലും ഞാനായാലും അവളെന്ന് പ്രയോഗിച്ച് ഒരു ചാനൽ നൽകിയ അല്ലല്ല, ഇന്ന് രാവിലെ ആദ്യമായി അല്ല, എല്ലാ വെർബാറ്റവും കൊണ്ട് വരുന്ന രാഹുലെ ഒരു സെക്കൻഡ് ഇന്ന് രാവിലെ ഒരു സെക്കൻഡ് എല്ലാ വെർബാറ്റവുമായിട്ട് വന്നിരിക്കുന്ന രാഹുലിനോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്ന് രാവിലെ ഒരു ചാനലിന് നൽകിയ ആദ്യത്തെ അഭിമുഖമുണ്ടല്ലോ, അതിൽ അവൾ എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. താങ്കൾ കേൾക്കാതെ പോയോ? മലയാളത്തിൽ അവൾ എന്ന് തന്നെ പറഞ്ഞു. രാഹുലെ അല്ലല്ല, ഒരു സെക്കൻഡ്, രാഹുൽ ഇത് വിടില്ല. ഇത് വിടില്ല രാഹുൽ, ഇത് വിടില്ല. അത് അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. അവൾ എന്ന് പറഞ്ഞു, ആ വെർബാറ്റം എന്റെ കയ്യിലുണ്ട്. 1. 2, അൺനോൺ എൻറ്റിറ്റി എന്ന് കേരളത്തിലെ ഒരു സെക്കൻഡ് സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാനെ, ഉപാധ്യക്ഷയെ, സർക്കാർ അടൂരിനെ വിളിച്ചതുപോലെ തന്നെ കോൺക്ലേവിലേക്ക് ക്ഷണിച്ച അതിഥിയെ അൺനോൺ എൻറ്റിറ്റി എന്ന് ഇന്ന് രാവിലെ എഴുന്നേറ്റ് എങ്ങനെയാണ് അടൂർ പറയുക? അങ്ങനെയെങ്കിൽ ഇയാളുടെ തലയിൽ എത്ര പറഞ്ഞാലും വെളിച്ചം കയറില്ല എന്നാണ്. അല്ല, ഞാൻ എന്റെ മറുപടി ഒരു ചോദ്യ രൂപേണ കൂടെ ചോദിക്കാം. മറുപടി പറഞ്ഞോട്ടെ. ശ്രീജിത്രൻജി കേട്ട് കാണുമല്ലോ. മുകേഷ് ഏട്ടൻ പറഞ്ഞ എന്താ, നമ്മുടെ CPM-ന്റെ MLA ആയ മുകേഷ് സാർ പറഞ്ഞ എന്താ, അല്ലെങ്കിൽ വാസവ മന്ത്രി പറഞ്ഞ എന്താ? ഒരാൾ പറയുന്ന കാര്യത്തെ നമ്മൾ അതിന്റെ സ്പിരിറ്റിൽ മനസ്സിലാക്കാതെ സന്ദർഭത്തിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും അടർത്തി മാറ്റി പുഷ്പവതിയെ പറ്റി പറഞ്ഞ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു രാഹുലിനോട്. അതിനുള്ള മറുപടി രാഹുൽ മുകേഷിന്റെ മറയിലേക്ക് പോകണ്ട. അല്ലല്ല, നേരെ ഇപ്പോ സ്വന്തം വാദത്തെ ഒരു പിൻബലമായിട്ട് ഇപ്പോ അങ്ങ് മുകേഷിന്റെ മറ പറ്റണ്ട. എന്റെ ചോദ്യം അങ്ങയോട് നേരിട്ടുള്ളതാണ്. അൺനോൺ എൻറ്റിറ്റി എന്ന് കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാനെ പറ്റി ഈ ഒരു സെക്കൻഡ് ഈ പറയുന്ന അടൂർ പറയാൻ പാടുള്ളതാണോ? നേരിട്ടുള്ള ചോദ്യമാണ്. ഞാൻ അതാണ് പറഞ്ഞത്, അതിനൊരു ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് കൊടുക്കണ്ടേ? അല്ലാതെ ഇന്നലെ കൊടുക്കാമായിരുന്നു. ഇന്നില്ല, ഇന്ന് ആനുകൂല്യമില്ല. ഇന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരാരാണ്. നാളെ മഹാത്മാ അയ്യങ്കാളി അറിയില്ല എന്ന് പറയുവോ? നാളെ BR അംബേദ്കറിനെ അറിയില്ല എന്ന് പറയുവോ? നാളെ ബിജുവിനെ അറിയില്ല എന്ന് പറയുവോ? നാളെ പാരഞ്ജലിനെ അറിയില്ല എന്ന്
ബംഗാളി നമ്മുടെ പൊതു പൈതൃകമാണ്. മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ നമ്മുടെ പൊതു പൈതൃകമാണ്. മഹാത്മാഗാന്ധിയും മഹാത്മാ അയ്യങ്കാളിയും മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ ഒക്കെ നമ്മുടെ പൈതൃകമാണ്. സാധ്യമല്ല. ഇത് താങ്കൾക്ക് അങ്ങനെ തോന്നാത്തതിന്റെ ഇത് കാരണം പാർശ്വവൽക്കരിക്ക ജനതയിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ് ഇവിടെ അപമാനിച്ചിരിക്കുന്നത്. ഒന്ന്. രണ്ട്, വളരെ കൃത്യമായിട്ട് SC ST മനുഷ്യർക്ക് ഗ്രാന്റ് കൊടുക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ഇവിടെ. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ബ്ലൈൻഡ് ആയതുകൊണ്ടാണ്. അത് കൊടുക്കുമ്പോൾ ഓറിയന്റേഷൻ കൊടുക്കണം, ഓറിയന്റേഷൻ കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്. ഓറിയന്റേഷൻ കൊടുക്കണം. ഈ ഇത്രയും പരസ്യമായ വേദിയിൽ കൊടുക്കണമെന്നല്ലല്ലോ പറഞ്ഞത്. ഈ ഗ്രാന്റ് കൊടുക്കുന്ന കഴിഞ്ഞ തവണ ജാതി ആരോപണം വന്നപ്പോഴും CPM അദ്ദേഹത്തെ ഔദ്യോഗികമായി പ്രതിനിധിച്ചു. ഒരു വരി മാത്രം. കഴിഞ്ഞ തവണ ജാതീയമായ ആരോപണം വന്നപ്പോഴും ദേശാഭിമാനിയുടെ വേദിയിൽ പൊതുവായി CPM അദ്ദേഹത്തെ പ്രതിരോധിച്ചു എന്ന് കൂടെ മറക്കണ്ട. പാർട്ടി പറയുകയല്ല. ഇതിന്റെ പ്രശ്നം ഇല്ലാത്ത വിഷയങ്ങളെ നമ്മൾ ഉണ്ടാക്കരുത്. CPM പോലൊരു പാർട്ടി പോലും ദേശാഭിമാനിയുടെ വേദിയിൽ വെച്ച് അടൂർ സാറിനെ മാളവിക ഒരു സെക്കൻഡ് ഇവിടെ ശ്രീജിത്ത് പറഞ്ഞൊരു വിഷയമുണ്ട്. രാഹുൽ അത് കേട്ടോന്ന് അറിയില്ല. ഒരു സെക്കൻഡ് ഇവിടെ ഇതിപ്പോ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി ഫേസ്ബുക്കിലൊക്കെ പ്രതികരിക്കുകയുണ്ടായിട്ട് മാളവിക അതൊരു ചരിത്ര നിമിഷം എന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ടാഗ് ചെയ്യുകയും ചെയ്തു എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. ഈ പുഷ്പവതിയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം ഫേസ്ബുക്കിൽ ആണോ മാളവിക? അല്ലേ? ഞാൻ പറഞ്ഞതിൽ പിഴവുണ്ടെങ്കിൽ തിരുത്തിയേക്കാം. അപ്പോ പക്ഷേ ശരി അങ്ങനെ പ്രതികരിച്ചവരിൽ ഒരാളുണ്ടായിരുന്നു GP രാമേന്ദ്രൻ. രാഹുൽ അത് കേട്ട് കാണുമോയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം എഴുതിയത് GP രാമേന്ദ്രൻ പറയുകയായിരുന്നു, നിഴൽക്കുത്ത് എന്ന് പറയുന്ന അടൂരിൻ്റെ സിനിമ, അതുമായി ബന്ധപ്പെട്ട് ഒരു വിമർശന ലേഖനം രാമേന്ദ്രൻ എഴുതി. ആരാണ് ഈ രാമേന്ദ്രൻ എന്നാണ് അടുത്ത ചോദ്യം. ആരാണ് ഈ രാമചന്ദ്രൻ? ഇപ്പൊ രാമചന്ദ്രൻ എന്ന് പറയുന്നത് കുറെ കൂടെ പ്രിവിലേജിലായിരിക്കുന്ന ഒരാളായതുകൊണ്ടാകാം പേര് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. ആരാണ് അവൻ എന്ന് ചോദിച്ചില്ല. അത് ശരിയാണ്. ആരാണ് ഈ രാമേന്ദ്രൻ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ആ വീക്കിലിക്ക് അദ്ദേഹത്തിന്റെ മുഴുവൻ എതിർപ്പും അറിയിക്കുന്നു. തൊട്ടടുത്ത ലക്കം ആ വീക്കിലിയുടെ കവർ സ്റ്റോറിയായി ഇദ്ദേഹത്തിന്റെ എന്ന് വെച്ചാൽ അടൂരിന്റെ ഈ പറയുന്ന കെറിവ് മുഴുവൻ അച്ചടിച്ചു വിടുന്നു. ഇതാണ് കാണുന്നത് നമ്മൾ. ഇന്ന് അദ്ദേഹം കൊടുത്ത അഭിമുഖത്തിൽ ആ വെർബാറ്റം ഉണ്ടാകുമല്ലോ രാഹുലിന്റെ കയ്യിൽ. ഒരു സെക്കൻഡ്. ഈ സ്ത്രീക്ക് എൻ്റെ പേര് പറഞ്ഞിട്ട് ആളാകാനാണ്, പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ പത്രത്തിന്റെ ചുമതലപ്പെട്ട ആളെ വിളിച്ചു. ഇതാണ് രീതി. ആരാണവൾ, ആരാണവൻ എന്ന് ചോദിക്കുക, അത് അച്ചടിച്ചു വരുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ നെഞ്ചത്ത് കയറുക. ഇതാണോ സമീപനം? അല്ല ശ്രീ വേണു, അങ്ങേക്ക് വാദങ്ങൾ പറയാം, പക്ഷേ ഈ കെറു പോലുള്ള വാക്കുകൾ അദ്ദേഹത്തെ പോലെ അങ്ങനെ ഒരു വീക്കിലിയോട് അല്ല, ഒരു സെക്കൻഡ്, ആ വീക്കിലിയോട് അങ്ങനെ തട്ടിക്കയറുന്ന ആളോട് എന്താ വേണ്ടത്? ഒരു വിമർശനം വരുമ്പോൾ ഇങ്ങനെയാണോ സമീപിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ വിമർശനത്തിന്റെ സമീപനം മെച്ചമാക്കണമെന്ന് പറയാം. ഇതിന്റെ പിന്നിൽ ജാതീയ പൊതുബോധം ഉണ്ടെന്ന് പറയാതിരുന്നാൽ മതി. എനിക്ക് വിഷയം വരുന്നില്ലല്ലോ രാഹുലെ. അതാ ഞാൻ പറഞ്ഞു, ഇതൊരു പൊതു മനോഭാവമാണ്. അവിടെയാണ് ശ്രീധരൻ പറഞ്ഞത് എന്റെ വാക്ക് അവസാന വാക്കായിരിക്കണമെന്ന്. ശ്രീധരന്റെ തന്നെ FB പോസ്റ്റിൽ ഒരു വാചകം, ഒരു കേശവൻ മാമന്റെ മനോഭാവമാണത്. ഒരു സെക്കൻഡ് രാഹുൽ, ശ്രീധരൻ താങ്കൾ ഇടപെട്ടിരുന്നു നേരത്തെ, പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഇത്രയുമാണ്. അതായത് ഈ പറയുന്ന മെറിറ്റോക്രസി, മെറിറ്റ് വേണം, ട്രെയിനിങ് വേണം എന്ന കാര്യം പറഞ്ഞു എന്നുള്ളത് രാഹുൽ വീണ്ടും എടുത്ത് പറയുന്നത്. അതൊരു പൊതുവാചകമായി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കണം എന്നൊരു കാര്യം പറയുകയാണെങ്കിൽ അതൊരു ബാർണം സെന്റൻസ് മാത്രമാണ്, പൊതുവെ പറയാവുന്ന. അതല്ല, SC ST ഈ വിഭാഗത്തിൽ നിന്ന് വരുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കണം, സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. മെറിറ്റോക്രസിയുടെ പാത എന്ന് പറയുന്നത് ഇന്ത്യയിൽ എപ്പോഴും ചെന്ന് തട്ടുന്നത് ഒന്നുകിൽ ദളിത് വിരുദ്ധത, സ്ത്രീ വിരുദ്ധത തുടങ്ങിയ കാര്യങ്ങളിലാണ്. അതാണ് മെറിറ്റോക്രസിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്നാണ്. ബാക്കിയുള്ളവർക്ക് സഹജമായ എന്തോ ഒരു ശേഷിയുണ്ട് എന്ന ബോധം അതിനകത്തുണ്ട്. അപ്പൊ ഈ രാഹുൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിനകത്ത് ജാതി പ്രശ്നം എടുത്തു പറയരുത് എന്നുള്ളതാണ്. ജാതി അതിനകത്ത് പ്രധാന പ്രശ്നമാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഇതിനകത്ത് ജാതി വിരുദ്ധതയുണ്ട്, തൊഴിലാളി വിരുദ്ധതയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ചാലക്കമ്പോളത്തിൽ നിന്ന്, ചാല മാർക്കറ്റിൽ നിന്നുള്ള ആളുകൾ വന്ന് കയറി. ചാല മാർക്കറ്റിലെ ആളുകൾക്ക് എന്താ കുഴപ്പം? ഇന്ന് അദ്ദേഹം ഈ പുഷ്പവതിയെ പറ്റി പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞ ഒരു സെന്റൻസ് നിങ്ങൾ ആരും പറഞ്ഞില്ല, അത് ചന്തയല്ല എന്നാണ്. ചന്തയ്ക്ക് എന്താ കുഴപ്പം?
അദ്ദേഹത്തിന്റെ സെന്റൻസുകളാണ് ഇതെല്ലാം. ചന്തയെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല, ചാലയിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല, തൊഴിലാളി വിരുദ്ധതയുണ്ട്, സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ തന്നെ ഉണ്ട്. ഇങ്ങനെ സകലമാന മനുഷ്യവിരുദ്ധതകളും ഒന്നിച്ചു കൂട്ടി പറയുമ്പോഴും അദ്ദേഹം മഹാനായ ഒരു ചലച്ചിത്രകാരനായതുകൊണ്ട് നമ്മൾ തിരിച്ചൊന്നും പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ മുമ്പ് ചർച്ചയിൽ വന്നുകൊണ്ട് പറയാണ്. സത്യജിത് റായെ അദ്ദേഹം എടുത്തു പറഞ്ഞു. സത്യജിത് റായ ആദ്യത്തെ പണം പിടിക്കും, പഥർ പാഞ്ചാലി പിടിക്കുന്ന സമയത്ത് സർക്കാർ ഫണ്ടോടുകൂടിയാണ് പിടിച്ചത്. അന്ന് സർക്കാരിന്റെ ഫണ്ട് കിട്ടാതെ ഈ സത്യജിത് റോയ് നടന്ന് നിരങ്ങി അലഞ്ഞു. അതിനെക്കുറിച്ച് സത്യജിത് റോയ് പറയുന്നുണ്ട്. അവസാനം അന്നത്തെ മുഖ്യമന്ത്രിയെ വരെ പോയി കാണേണ്ടി വന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള അനേകം നൂലാമാലകൾ പിന്നിട്ട് തന്നെയാണ് സാർ ഈ പറയുന്ന ആളുകൾ എല്ലാവരും ഈ സർക്കാർ ഫണ്ട് കിട്ടിയിട്ടും ഈ പണമൊക്കെ പിടിക്കുന്നത്. മാത്രമല്ല ഇവരുടെ പ്രൈവറ്റ് അക്കൗണ്ടിലേക്കൊന്നുമല്ല ഈ പണം വരുന്നത്. ഈ പണം വരുന്നത് കോർപ്പറേഷന്റെ തന്നെ അക്കൗണ്ടിലേക്കാണ്. അവർ തന്നെയാണ് വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. അതൊക്കെ വലിയ സംഘർഷം, അതൊക്കെ അടൂരിന്റെ യുക്തികളാണ്. അതൊക്കെ അടൂരിന്റെ അതിലേക്ക് വരാം. പക്ഷേ ശ്രീധരൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാഹുൽ അതിന് മറുപടി രാഹുൽ അതിന് മറുപടി അല്ലല്ല, അത് ഈ 3 മാസം പോലെ യുക്തിയാണ്. KSFDCയുടെ പണം സർക്കാർ ഫണ്ടാണ്, അതല്ലാത്ത അവശരായ നിലയിൽ ഇവരെ കണ്ടുകൊണ്ട് പണം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, സിനിമയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോഴാണ് കുഴപ്പം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് സാർ, രാഹുൽ ഇവിടെ എങ്ങനെയാണെന്ന് ഭംഗിയായിട്ട് ശ്രീധരൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അങ്ങ് പറയുന്നു ഇത് ജാതി കൊണ്ടുവരരുത് എന്ന്. വരാം മാളവിക, ജാതി എങ്ങനെ കടന്നു വരുന്നു എന്നത് ശ്രീധരൻ വ്യക്തമായി പറയുകയുണ്ടായി. അങ്ങയുടെ മറുപടി. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശ്രീചിത്രൻജി പറയാതെ പറയുന്നതോ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതോ ഒരു സവർണ പൊതുബോധം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. എനിക്ക് തോന്നുന്നില്ല അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെയോ അല്ലെങ്കിൽ ബാക്കി ആരുടെയെങ്കിലും കാര്യത്തിൽ ഇത് ശരിയാണ്. രണ്ട്, അദ്ദേഹം പറഞ്ഞതിനെ കുറെ കൂടെ ആധുനിക കാലത്തിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ചുകൂടി അദ്ദേഹം പറയണമെന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷേ ഇവർക്കെല്ലാം നമ്മൾ ജാതീയമായ അസ്പെർഷൻസ്, കാസ്റ്റിംഗ് അസ്പെർഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ ഐക്കൺസിനെ വില കുറയ്ക്കുകയാണ്. അത് ഇന്നും ഇന്നലെ അല്ല, മുമ്പ് KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്നപ്പോഴും ഇതേ ആരോപണങ്ങളാണ്. തടസ്സപ്പെടുത്തുകയല്ല. അങ്ങിപ്പോ തുടർച്ചയായിട്ട് ഇപ്പൊ 2 തവണ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് അങ്ങ് പറയുന്നത്. ഒരു സെക്കൻഡ് മാളവിക, ഒരു സെക്കൻഡ് മാളവിക, ഇപ്പൊ KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് 2 തവണ പറഞ്ഞല്ലോ ഇവിടെ. എന്നിട്ട് അങ്ങ് പറയാണ് കാസ്റ്റ് അസ്പെർഷൻ ഒന്നുമില്ല അദ്ദേഹത്തിന്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആനുകൂല്യമാണ് കൊടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അവിടെയാണ് ശ്രീധരൻ പറഞ്ഞൊരു കാര്യം. ഇതിൽ ഈ ജാതി മാത്രമല്ല വർഗവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ നോക്കിക്കോണം. ഈ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ശങ്കർ മോഹൻ ഉണ്ടല്ലോ, ശങ്കർ മോഹൻ്റെ ഭാര്യയെ പറ്റി അദ്ദേഹം ഇന്ന് പറഞ്ഞത് അന്നും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്താണ് അവരെപ്പറ്റി ഉയർന്ന ആക്ഷേപം? അവിടുത്തെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ താൽക്കാലിക തൂപ്പുകാരികൾ, ഇങ്ങനെയാണ് പറയുന്നത്, തൂപ്പുകാരികൾ അവിടെ വന്ന് തൂക്കുന്നു, പക്ഷെ രാപ്പകൽ അവരെ കൊണ്ട് അവിടെ ഇട്ട് ജോലി ചെയ്യിക്കുന്നു എന്നാണ് അവർ പറഞ്ഞ ആക്ഷേപം എന്നാണ്. പ്രത്യേകിച്ച് അവരുടെ ഈ പറയുന്ന ബാത്റൂം കഴുകിക്കുന്നു. ടോയ്ലറ്റ് എങ്ങനെയാണ് കഴുകിക്കുന്നത്? അതിന് ബ്രഷൊന്നും കൊടുക്കുന്നില്ല, കൈകൊണ്ട് തന്നെ കഴുകിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞത് എന്നാണ്. എന്നിട്ട് ഏറ്റവും അവസാനം എന്നിട്ട് പറയുകയാണ് അങ്ങനെ ഒന്നുമല്ല സംഭവം. പിന്നെന്താ? അടൂർ ഗോപാലകൃഷ്ണൻ പറയുകയാണ് ആ സ്ത്രീ ഈ പറയുന്ന അവരുടെ ബാത്റൂമിലേക്ക് ഒരാളെയും കടത്തില്ല എന്ന് വെച്ചാൽ അത്രയും വൃത്തിബോധമുള്ള ഒരാൾ ആരെയും കടത്തിവിടില്ല എന്ന് പറയുന്ന ഒരു നവുണ്ട്. ഞാൻ പെട്ടെന്ന് തീർക്കാം, എനിക്കറിയാം ഞാൻ സമയമെടുക്കുന്നുവെന്ന്. ഇനി പറയാം, വെർബാറ്റം പറയാം. ശ്രീ തിയേറ്ററിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുറകിലുള്ള കതക് പൊളിച്ചകത്ത് കയറാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് ആളുകളുടെ. കാരണം എന്തോ ഒരു സീൻ ഓഫ് സെക്സ് അതിലുണ്ട് എന്നൊരു വാർത്ത അങ്ങോട്ട് പടർന്നു. അപ്പോൾ പ്രധാനമായിട്ടും അവരെപ്പറ്റി ഞാൻ മോശം പറയുകയല്ല, ചാലയിലെ തൊഴിലാളികളുടെ ഒരു സംഘം തന്നെയായിരുന്നു. അതിനു മുകളിലത്തെ വാതിൽ ഇങ്ങനെ തള്ളി തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഭീകരമായിട്ട്. അടുത്ത വാചകം കേട്ടോണം. കുറെ കഴിഞ്ഞ് ആരോ പോയി തുറന്നു കൊടുത്തു. അപ്പോൾ സിനിമ കാണാനിരിക്കുന്ന നമ്മുടെ മുകളിലേക്ക് ഇവരുടെ എല്ലാവരുടെയും കൂടി ശ്വാസോച്ഛ്വാസം, ആ ആകാംക്ഷയിൽ കാണാൻ പോകുന്ന ആ സീൻ ഓഫ് സെക്സ് എങ്ങനെയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പൊ ശങ്കർ മോഹന്റെ ഭാര്യയ്ക്ക് ഈ പറയുന്ന വാഷ്റൂമിൽ പോലും ഒരാളെ കയറ്റാത്ത ഉയർന്ന വൃത്തിബോധം എൻ്റെ ദേഹത്തേക്ക് വീഴുന്നതോ ഈ ചാലയിലെ തൊഴിലാളികളുടെ ആകാംക്ഷ നിറഞ്ഞ ശ്വാസോച്ഛ്വാസം. ഒരു വെറുപ്പോടെയാണ് പറയുന്നത് ഈ വാക്കുകളെല്ലാം. ശരീരഭാഷ ശ്രദ്ധിച്ചാൽ മതി. ഇനി രാഹുൽ എന്താ പറയാനുള്ളത്? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. വേണുജിക്ക് ഒരു പക്ഷേ വേണുജി കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ വ്യക്തിപരമാണ് ആദ്യം പറയേണ്ടതെന്ന് വിചാരിച്ചാൽ, ശങ്കർ മോഹൻ സാറ് കഴിഞ്ഞ തവണ ഈ വിവാദം ഉണ്ടായപ്പോൾ എന്നെ വ്യക്തിപരമായി ഫോണിൽ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ചെന്ന് കണ്ടു. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളുടെ മുഴുവൻ നിജസ്ഥിതി അദ്ദേഹം എനിക്ക് രേഖകളോടെ കാണിച്ചു. ഒരു 10 സെക്കൻഡേ ഞാൻ എടുക്കൂ. അതിൽ ഇവർക്കെതിരെ പരാതി കൊടുത്തതിൽ ഒരു സ്ത്രീ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യാനിയാണ്, ഇനി അല്ലെങ്കിൽ മുസ്ലിം വന്നെത്തിയിരിക്കും, ഈ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾ പോലുമാണ്. ഇവർക്കെതിരെ ആ കേസ് പൊലിപ്പിക്കാൻ വേണ്ടി പലതരം വ്യാജ
വ്യാജ ആരോപണങ്ങളുമാണ് കൊണ്ടുവന്നത്. അടൂർ സാർ തന്നെ പറയുന്ന പോലെ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ ഡിസിപ്ലിൻ നിൽക്കുന്നവർ പൊതുബോധമാണെന്നൊക്കെ അതല്ലല്ലോ എന്റെ ചോദ്യം. ശങ്കർ മോഹന്റെ ഭാര്യയുടെ വൃത്തിബോധവും ചാലയിലെ തൊഴിലാളികളുടെ ശ്വാസോച്ഛ്വാസവും അതിനുള്ള മറുപടി പറയേ. അല്ല, വേണുജിയുടെ പ്രിമൈസ് എന്ന് പറഞ്ഞാൽ അപ്പർ കാസ്റ്റ് അപ്പർ ക്ലാസ് പൊതുബോധമാണ് ഇവരെ നയിക്കുന്നതെന്നുള്ളതാണ്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. അതൊരു ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് കൊടുക്കണം. അദ്ദേഹത്തെ പോലൊരു വ്യക്തി, ഇത്രയും പരിണിതപ്രജ്ഞനായ ഒരു വ്യക്തി, ശങ്കർ മോഹന്റെ ഭാര്യ എങ്ങനെയാണ് അവരുടെ ബാത്റൂം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അവരുടെ ഉയർന്ന വൃത്തിബോധം അല്ലെന്നേ ഫാക്ട് ആണോ അല്ലയോ എന്നതല്ല, ആ വൃത്തിബോധം ഏത് കൂട്ടർക്ക്? അങ്ങ് രാഹുലെ, അങ്ങ് കണ്ടിട്ടുള്ളതാണല്ലോ ഈ പറയുന്ന. അല്ലല്ലോ, ഒരു സെക്കൻഡ്. ആദിവാസി ഊരുകളിലെ വൃത്തി നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുമോ? ആദിവാസി ഊരുകളിലെ അവരുടെ ഭവനങ്ങളുടെ വൃത്തി നമ്മുടെ വീടുകൾക്കുണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയുമോ? അപ്പൊ ശങ്കർ മോഹന്റെ ഭാര്യയുടെ വൃത്തിബോധം, ചാലയിലെ തൊഴിലാളികളുടെ ശ്വാസോച്ഛ്വാസം അദ്ദേഹത്തിന് എന്താ പറയേണ്ടത്? അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങേറ്റം ദുർഗന്ധമുള്ളത്, അത് ആകാംക്ഷ നിറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത് രാഹുൽ? അല്ല, അവിടെയാണ് ഒറ്റ കാര്യം. ഒരു പോളിസി പെർസ്പെക്റ്റീവായി നമ്മുടെ പിന്നോക്ക വിഭാഗക്കാർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ് എന്ന മഹാത്മാഗാന്ധിയുടെ നിലപാടുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതോടൊപ്പം ഈ സവർണ ഹിന്ദു സമൂഹത്തിൽ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് അവർ പറയുന്ന എല്ലാ വാക്കുകളെയും ഇഴകീരി പിരിച്ച് അതിന്റെ പിന്നിലെല്ലാം ചരിത്രാധിഷ്ഠിതമായ പൊതുബോധമാണ്, സവർണ ഫാസിസമാണ് എന്ന് പറയുന്നതിനും അങ്ങനെ ആരോപിക്കുന്നതിലും അർത്ഥമില്ല. ഇവരോടൊക്കെ ഒരു ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് പലപ്പോഴും കൊടുക്കണം. ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കണം. മാളവിക, ഈ ബെനിഫിറ്റ് ഓഫ് ഡൗട്ടോ എന്താ പറഞ്ഞത്? അതല്ലേ വാക്ക് അല്ലേ? സംശയത്തിന്റെ ആനുകൂല്യം, അതാണോ? അത് കൊടുക്കണം. ഒരു സെക്കൻഡ് ശ്രീധരൻ. മാളവിക, സംശയത്തിന്റെ ആനുകൂല്യം അല്ല, എത്ര പ്രാവശ്യം സംശയത്തിന്റെ ആനുകൂല്യം നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അത് കേരളാരൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോൾ സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കണം. അത് കഴിഞ്ഞ് ടൈംസിന്റെ ഇന്റർവ്യൂവിൽ വന്നപ്പോൾ അപ്പോഴും സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ കോൺക്ലേവിൽ സംസാരിച്ചപ്പോൾ അവിടെ നമ്മൾ സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കണം. അത് കഴിഞ്ഞ റിപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ചർച്ചയിലും അപ്പോഴും നമ്മൾ സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കും. ഒരാൾക്ക് എത്ര പ്രാവശ്യം സംശയത്തിന് ആനുകൂല്യം കൊടുക്കും? വീണ്ടും വീണ്ടും ഒരേ വിഷയത്തിൽ അദ്ദേഹം വീണ്ടും ഫോൾട്ടർ ചെയ്യുമ്പോൾ, വീണ്ടും ജാതീയത തന്നെ പല പല വേർഡ്സിലൂടെ പറയുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് സംശയത്തിന് ആനുകൂല്യം ഇങ്ങനെ എപ്പോഴും അതെ. അല്ല, അത്രയും പോരാ. കുലീനനായ തറവാട്ടിൽ പിറന്ന ശങ്കർ മഹാദേവൻ എന്ന് പറയുമ്പോഴും ആനുകൂല്യം നമ്മൾ കൊടുക്കണം. വിദ്യാർത്ഥി സമരങ്ങൾ 15 വർഷത്തേക്ക് കേരളത്തിൽ ബാൻ ചെയ്യണം എന്ന് പറയുമ്പോഴും നമ്മൾ സംശയത്തിന്റെ ആനുകൂല്യം. ശങ്കർ മോഹൻ തറവാട്ടിൽ പിറന്ന ആളാണെന്ന് പറയുമ്പോൾ കൊടുക്കണം. 15 വർഷത്തേക്ക് വിദ്യാർത്ഥി സമരങ്ങൾ ബാൻ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കണം. വഴിയെ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ കൊടുക്കണം. അതായത് ഈ സംശയത്തിന്റെ ആനുകൂല്യം എന്ന വാദം എന്താണെന്ന് വെച്ചാൽ സവർണർക്ക് രാഹുൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതായത് കൊടുക്കണം, ഇതെല്ലാം നമ്മൾ കൊടുക്കണം. അതായത് സംശയമാണ്. കുറെ വാക്കുകളുണ്ട്. ഇപ്പൊ ഒരു വാക്ക് രാഹുലാണ് ഇദ്ദേഹത്തിന്റെ ഇപ്പൊ പറഞ്ഞ വാക്ക്. ഇങ്ങനെ കുറെ വാക്കുകളുണ്ട്. പരിണിത പ്രജ്ഞൻ, പ്രായമായ ആൾ, ജ്ഞാനവാർദ്ധക്യം എന്നൊക്കെ ഇങ്ങനെ കുറെ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് അനുഭവ സമ്പത്തുണ്ടാകും, അതുകൊണ്ട് പ്രായമാവുമ്പോൾ ചില അനുഭവ സമ്പത്തുകൾ ചെറുപ്പക്കാരോട് പങ്കിടാൻ അദ്ദേഹം തയ്യാറാവുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ്, അതാണ് വേണ്ടത്. പക്ഷേ സ്വന്തം പ്രായത്തെയും സ്വന്തം നിലയെയും കുറിച്ച് മറന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ എപ്പോഴും സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്തുകൊണ്ടിരിക്കുക എന്നത് ഒരു മുന്നോട്ട് സഞ്ചരിക്കുന്ന സമൂഹത്തിന് നടക്കുന്ന കാര്യമല്ല. രാഹുലിന് കൊടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഈ പരിണിത പ്രജ്ഞൻ തുടങ്ങി ഇത് ഈ ഒബ്സലീറ്റ് വെർബൽ റബ്ബിഷ് എന്നൊരു വാചകമുണ്ട്. അതാണ് ഞാൻ രാഹുൽ സംസാരിക്കുമ്പോൾ എനിക്ക് ആകെ പറയാനുള്ളത്. കാലഹരണപ്പെട്ട വാചകമടിയുടെ ചപ്പുചവറ് അതാണ് ഈ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുറേ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ വിരുദ്ധ, തൊഴിലാളി വിരുദ്ധ, വർഗവിരുദ്ധ, ദളിത് വിരുദ്ധ ഇതെല്ലാം അടങ്ങുന്ന പ്രസ്താവനകൾ കംപ്ലീറ്റ് മുഴുവൻ നമുക്കൊരു സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്തേക്കാം എന്ന് പറയുകയാണ്. ഇതോടൊപ്പം ഒരൊറ്റ കാര്യം പറയട്ടെ, ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇംഗ്ലീഷ് അറിയുന്നവർ വന്ന് പടം കണ്ടാൽ മതി എന്ന് പറഞ്ഞ ആളുമാണ് അടൂര്. ഈ പറയുന്ന കാര്യം മാത്രമല്ല ഉള്ളത്, ഈ പറയുന്ന തരത്തിലുള്ള എലീറ്റിസം കൂടിയുണ്ട്. ഇംഗ്ലീഷ് അറിയുന്നവർ വന്ന് പടം കണ്ടാൽ മതി, സബ് ടൈറ്റിൽ ചെയ്യേണ്ട കാര്യമില്ല. ഈ പ്രസംഗത്തിൽ തന്നെ ഉണ്ട്, വേണ്ടവർ വന്ന് പടം കണ്ടാൽ മതി എന്നേ, അല്ലാത്തവർ കാണണ്ട. പുഷ്പവതിയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ സംസാരിക്കുമ്പോൾ ആരാണവർ എന്നാണ്.
ഞാൻ സംസാരിക്കുമ്പോൾ ആരാണവർ? ഞാൻ സംസാരിക്കുമ്പോൾ വേറെ ആരും സംസാരിക്കുന്നത്. മന്ത്രി ഇതിനെതിരായിട്ട് സംസാരിച്ചല്ലോ. സജി ചെറിയാൻ വളരെ കൃത്യമായി മറുപടി കൊടുത്തു. മന്ത്രി സംസാരിച്ചല്ലോ എന്ന് പത്രപ്രവർത്തകർ പറയുമ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി എന്താണ്? നിങ്ങൾ കേട്ടാണ്. മന്ത്രിക്ക് എന്താണ് സിനിമയെ പറ്റി അറിവുള്ളത്? 60 വർഷമായി സിനിമാ രംഗത്ത് നിൽക്കുന്ന ആളാണ് ഞാൻ. ഇത്തരം ഞാനുകളെ അംഗീകരിക്കാനുള്ള അവരുടെ പരിണിത പ്രജ്ഞയെ മാനിച്ചുകൊണ്ടും അവരുടെ കാൽ കീഴിൽ എപ്പോഴും കുമ്പിട്ടുകൊണ്ടും നിൽക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കാൻ കേരളത്തിലുള്ള ആധുനിക സമൂഹം തയ്യാറല്ല എന്നതാണ് കേരളത്തിൽ ഇന്ന് അതിനെതിരെ ഉയരുന്ന പ്രതിഷേധം, അദ്ദേഹത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധം. അദ്ദേഹം തിരുത്തുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നതേ ഇല്ല. പക്ഷെ ഈ പ്രതിഷേധത്തെ മുഴുവൻ ഈ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കൊണ്ടുപോയി കിട്ടുന്ന പരിപാടി നടക്കുന്ന ഒരു പണിയല്ല. അടൂരോ തമ്പുരാനോ എന്ന സ്പെഷ്യൽ എഡിഷൻ ചർച്ച തുടരുകയാണ്. രാഹുൽ ഈശ്വർ, ഇവിടെ എന്തിനൊക്കെ ആനുകൂല്യം കൊടുക്കണം എന്ന പട്ടിക നിരത്തുകയാണ് മാളവികയും ശ്രീചിത്രനും. അങ്ങയുടെ മറുപടി. ശ്രീചിത്രൻജിക്ക് മറുപടി പറയണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഈസിയായി ഇത് സ്നോഫ്ലേക്ക് സ്യൂഡോ പ്രോഗ്രസീവ് ലിബറലിസം ആണെന്ന് പറയാം. പക്ഷേ ഞാനത് പറയില്ല. ഇത് കോട്ടേജ് ഇൻഡസ്ട്രി ഓഫ് ഔട്ട്റേജ് ആണെന്ന് പറയാം. പക്ഷേ ഞാനത് പറയില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടിനെ, മാളവിക മാഡത്തിൻ്റെ നിലപാടിനെ ബഹുമാനിക്കുന്നു. പക്ഷേ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മളങ്ങനെ ജാതീയമായ പൊതുബോധങ്ങൾ, ആസ്പേർഷൻസ് നമ്മൾ നടത്തരുത്. അതിൽ അർത്ഥമില്ല. ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവായി പറഞ്ഞ കാര്യങ്ങൾ, മുകേഷ് ചേട്ടൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഇത് ഗുരുതുല്യനായ ഒരാൾ പറഞ്ഞ കാര്യം പോസിറ്റീവായി എടുക്കുന്നതിന് പകരം 3 മാസം ട്രെയിനിങ് വേണമെന്ന് ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് കാണുന്നതിന് പകരം പിന്നിൽ മറ്റു ദുരുദ്ദേശങ്ങൾ പറയുന്നതിൻ്റെ പിന്നിൽ ചിലപ്പോൾ രാഷ്ട്രീയ താല്പര്യമായിരിക്കാം, ചിലപ്പം തെറ്റിദ്ധാരണയായിരിക്കാം. പക്ഷേ അത്തരക്കാരെ കാണരുത്. അടൂർ സാർ ആത്യന്തികമായി വലതുപക്ഷക്കാരനല്ല. വലതുപക്ഷക്കാരെ ഏറ്റവും ആക്രമിക്കുന്ന വ്യക്തികളൊന്നാണ്. നമ്മുടെ ഗോപാലകൃഷ്ണൻജി ചന്ദ്രനിലേക്ക് അയക്കുമെന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ തന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ ജാതി സവർണനായി പോയതുകൊണ്ട് സവർണൻ എന്തു പറഞ്ഞാലും അതിൻ്റെ പിന്നിൽ എല്ലാം വേറെ അർത്ഥമുണ്ടെന്നും പൊതുബോധമുണ്ടെന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ഇത്തരം കാര്യങ്ങളെ ഒരു സംവാദാത്മക നമ്മൾ എടുക്കണം, പോസിറ്റീവായിട്ട് എടുക്കണം. അതിനപ്പുറം ജാതീയമായിട്ട് എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ കൗണ്ടർ. മാളവിക, മറുപടി. അത് വളരെ എന്താ പറയുക, ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനും ഒരു റെസ്പോൺസ് രാഹുൽ തന്നിട്ടില്ല. അതുമാത്രമല്ല, ഞാനിവിടെ അംബേദ്കറിനെയും മഹാത്മാ അയ്യങ്കാളിയെയും പാരഞ്ജിത്തിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ജാതീയത പറയരുതെന്നാണ്. ഇവരാരും ഒരു ജാതിയെ റെപ്രസെന്റ് ചെയ്യുന്ന മനുഷ്യരല്ല. ഇവരെല്ലാം പൊതു ലീഡേഴ്സാണ്. സാമൂഹ്യ നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ആൾക്കാരെന്നുള്ള നിലയിലാണ് പുഷ്പവതി ചേച്ചിയുമായിട്ട് ഞാൻ കമ്പയർ ചെയ്തത്. ഇവരെ ജാതിയുടെ ലീഡേഴ്സായിട്ട് മാത്രം കണ്ടവരെ ചുരുക്കിയത് രാഹുലാണെന്ന് മറന്നു പോകരുത്. ഇതേ സവർണ മനോഭാവം തന്നെയാണ് അടൂരിന്റെ വാക്കുകളിലും എക്സിബിറ്റഡ് ആണ്. അദ്ദേഹം ഇന്നത്തെ ആ മാധ്യമ ചർച്ചയിൽ പറയുണ്ടായി 18% പലിശ കൊടുത്തിട്ടാണ് അദ്ദേഹമൊക്കെ ആദ്യ സിനിമ എടുത്തതെന്ന്. ഈ ഒരു മെന്റാലിറ്റിയാണ്. ഇവർക്ക് വളരെ ഈസി ആയിട്ട് ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ ഇവർക്ക് വളരെ ഈസി ആയിട്ട്, ഇവർ എന്ന് ഉദ്ദേശിക്കുന്നത് SC/ST സമൂഹങ്ങളെ ആണ്. ഇവർക്ക് എല്ലാം വളരെ ഈസി ആയിട്ട് സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെ ആയിക്കൂടെ. ഞങ്ങളൊക്കെ വളരെ സ്ട്രഗിൾ ചെയ്ത് വന്ന മനുഷ്യരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇദ്ദേഹത്തിന്റെ സിനിമകൾക്ക് റിസർച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ റിസർച്ച് ചെയ്തപ്പോൾ ഇവിടെ ഭൂരാഹിത്യം എന്ന് പറയുന്ന സെക്യൂരിറ്റി, അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ വീടൊക്കെ ജപ്തി ചെയ്തുകൊണ്ട് പോകും, ഇത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വീടൊക്കെ സെക്യൂരിറ്റി കൊടുത്തിട്ടോ അല്ലെങ്കിൽ അത് സമ്പത്ത് സെക്യൂരിറ്റി കൊടുത്തിട്ട് മാത്രമേ നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ. ഇവിടെ വീടില്ലാത്ത ഭൂരാഹിത്യം അനുഭവിക്കുന്ന ഏത് കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതലെന്ന് ചോദിച്ചത് ദളിത് കമ്മ്യൂണിറ്റിയാണ്. സെക്യൂരിറ്റി വെക്കാൻ വീടുകളില്ല, മരിച്ചാൽ കുഴിച്ചിടാൻ സ്ഥലമില്ലാത്ത മനുഷ്യരാണ് വരുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ ടാലന്റ് ഉള്ളവർ എന്ത് സെക്യൂരിറ്റി വെച്ച് അവർ ലോൺ എടുക്കും? അവർക്ക് എങ്ങനെയാണ് ഇത് തിരിച്ച് പേ ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെയുള്ള മനുഷ്യരിൽ നിന്ന് എത്രയോ ടാലന്റഡ് ആയിട്ട് അത്രയും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്നവർക്ക് പല 4ഓളം റൗണ്ടുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KSFDCയുടെ ഈ ഒരു ഗ്രാൻഡ് കിട്ടണമെങ്കിൽ ആ റൗണ്ടുകളെല്ലാം കഴിഞ്ഞ് അത് ഓരോ റൗണ്ടിനും ഓരോ ജൂറിയാണ്. ആ ജൂറിയുടെ എല്ലാ ആൻസേഴ്സും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള പരീക്ഷണങ്ങളും കഴിഞ്ഞ് വരുന്ന മനുഷ്യരാണ്. എന്നിട്ട് ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള അറിവ് പോലും ഇല്ലെന്ന് കാണിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നത് ഇവർക്ക് ചുമ്മാ പൈസ കൊടുക്കുന്നു എന്നുള്ള മട്ടിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇത്രയും റൗണ്ടുകൾ കഴിഞ്ഞ് വന്ന് അതിന്റെ കഴിവ് തെളിയിച്ച് വന്ന മനുഷ്യർക്കാണ് ഈ ഗ്രാൻഡ് കൊടുക്കുന്നതെന്ന് പോലും ഇദ്ദേഹം ഇവിടെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് പോലും ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഒരു സസ്റ്റൈനബിലിറ്റി വേണം മാഡം, ഒരു സസ്റ്റൈനബിലിറ്റി വേണം. ഇപ്പൊ നേരത്തെ മെൽബിൻ മാത്യുവിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം KSFDC ഇരിക്കുന്ന ഡയറക്ടറാണ്. അദ്ദേഹം 1.5 കോടി മുടക്കുമ്പോൾ 50,000 രൂപ എത്രയാണോ കിട്ടുന്നത്? സസ്റ്റൈനബിലിറ്റി വേണ്ടേ?
നമ്മുടെ എല്ലാം കൂടെ നികുതി പണമല്ലേ, മാഡത്തിന്റെയും ശ്രീധരൻജിയുടെയും വേണു സാറിന്റെയും വളരെ കൃത്യമായിട്ട് ഇതിന് ആൻസർ ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ഈ ഒരു സിനിമകൾക്ക് പ്രൊമോഷൻ കൊടുക്കുകയും കേരള ഗവൺമെന്റിന്റെ അടിയിലുള്ള തിയേറ്ററുകളിലെങ്കിലും ഈ സിനിമ റൺ ചെയ്യുകയും അതിന് ആൾക്കാർ വരികയും ചെയ്യുമ്പോൾ ഇത് സസ്റ്റൈനബിലിറ്റി വരുന്നത്. സസ്റ്റൈനബിലിറ്റി വരുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹം സസ്റ്റൈനബിലിറ്റി വരാൻ പോകുന്നത് ഈ ഗ്രാൻഡ് എടുത്ത് മാറ്റുന്നത് കൊണ്ടല്ല. ഈ ഗ്രാൻഡുകളിൽ നിന്ന് ഉണ്ടാകുന്ന സിനിമകൾ ഒരു വൈഡർ ഓഡിയൻസിന് എത്തുകയും ആ പുതിയ കാഴ്ചകൾ, പുതിയ ഫിലിം മേക്കേഴ്സ് വരികയും പുതിയ ഈ ഗ്രാൻഡിന്റെ സാങ്കേതികത്വം മാളവിക ഗ്രാൻഡിന്റെ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പറയുന്ന അടൂരിനെ ഖണ്ഡിക്കാൻ നിൽക്കേണ്ടതില്ല. പബ്ലിക് ഫണ്ടാണ് ഗ്രാൻഡായിട്ട് വരുന്നത്, അത് ദുരുപയോഗം ചെയ്യപ്പെട്ടുകൂടാ എന്ന സതുദ്ദേശമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇതല്ല അടിസ്ഥാന പ്രശ്നം. ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് സാങ്കേതിക ജ്ഞാനം ഇതിന് വേണം, ലെൻസ്, ലൈറ്റിങ്, എഡിറ്റിങ്, ഇതിനെപ്പറ്റിയൊക്കെ ധാരണ ഉണ്ടാവണം സിനിമ ചെയ്യുന്ന ആളിന്. ഒരു വാദത്തിന് അത് അംഗീകരിച്ചു കൊടുക്കൂ മാളവിക. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ്? ചാലയിൽ നിന്നൊരു തൊഴിലാളി വന്ന് സിനിമ കാണണ്ട. അല്ല കേൾക്കൂ, ചാലയിൽ നിന്ന് ഒരു തൊഴിലാളി വന്ന് സിനിമ കാണണ്ട. സിനിമ കാണുകയാണെങ്കിൽ അവൻ്റെ ഉദ്ദേശം ദുരുദ്ദേശമാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ ഈ തിരുവനന്തപുരത്ത് IFFKയിൽ പങ്കെടുക്കുന്ന ആളുകളാണല്ലോ. ഒരു തൊഴിലാളിക്ക് ഇനി അവിടെ വന്ന് എന്തു മുഖത്തോടെ നിൽക്കാൻ കഴിയും? അയാൾ ഈ പറയുന്ന ഒരു പാസ് സംഘടിപ്പിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അയാൾ ഏത് വേഷത്തിൽ വരണം, അത് അയാൾ ഏത് ഐഡന്റിറ്റി മറച്ചുകൊണ്ട് വേണം വരാൻ? അപ്പോൾ ഇങ്ങനെയാണ് സമീപനം. അപ്പോൾ സാങ്കേതികത്വ പരിജ്ഞാനമൊന്നും വേണ്ടല്ലോ സിനിമ കാണാൻ. സിനിമ ഇഷ്ടപ്പെടുന്നൊരു മനസ്സ് മതിയല്ലോ. അതിനും തടസ്സം വയ്ക്കുകയാണ് ഈ വ്യക്തി. ഇയാൾ എന്നിട്ട് എന്താ പറഞ്ഞത്? ഈ ചവിട്ടിപ്പൊളിച്ച് ഒരു സെക്കൻഡ് ചവിട്ടിപ്പൊളിച്ച ആളുകൾ വന്നു, ആരോ പറഞ്ഞു അത് ചാലയിലെ തൊഴിലാളികളാണ്. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന് ആധികാരികമായ നിലപാടെടുക്കാൻ വേണ്ട പശ്ചാത്തലം. അപ്പോൾ എത്രമാത്രം മുൻധാരണ ആലോചിച്ചോണം. വെരിഫൈ ചെയ്യാൻ പോലും നിൽക്കുന്നില്ല. ആരോ പറഞ്ഞു ആ വന്നത് ചാലയിലെ തൊഴിലാളികളാണെന്ന്. ആ നിമിഷം ഞാൻ തീരുമാനമെടുത്തു, ഇനി ഇവിടെ ഡെലിഗേറ്റ് പാസ് മതി എന്ന് വെച്ചാൽ ഇദ്ദേഹം തീരുമാനിക്കും ആര് സിനിമ കാണണമെന്ന്, ഇദ്ദേഹം തീരുമാനിക്കും ആര് സിനിമ ചെയ്യണമെന്ന്. ഒരു ഗ്രാൻഡിന്റെയും കാര്യം വെക്കാതെ മാളവിക പറയൂ. ഈ സമീപനത്തോടുള്ള ഗ്രാൻഡും പബ്ലിക് ഫണ്ടിന്റെ ദുരുപയോഗമൊക്കെ ബന്ധപ്പെട്ട പൊതു താല്പര്യമോടെ നിൽക്കട്ടെ. മാളവിക ഈ മനസ്സിനെ പറ്റി എങ്ങനെ കാണുന്നു? അല്ല, ഈ മനസ്സിനെ നമുക്ക് ഏറ്റവും ഡിപ്ലോറബിൾ ആയിട്ടേ കാണാൻ സാധ്യമുള്ളൂ. കാരണം ഇത് വേണു പറഞ്ഞത് മാത്രമല്ലല്ലോ, ഇതിന് കൂടെ ഏത് സീൻ കാണാനായിരിക്കും അവർ ചവിട്ടിപ്പൊളിച്ച് വന്നത്? ഇങ്ങനെയുള്ള സീനുകൾ കാണാൻ വേണ്ടിയാണ് ചാലയിലെ പോലുള്ള മനുഷ്യർ വരുന്നത് എന്നുള്ള ഒരു ദുർചിന്തയും കൂടെ ഇല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ചു, ഒന്ന് സദാചാരത്തിന്റെ ഒരു വലിയ പ്രശ്നം അവിടെ കിടപ്പുണ്ട്. രണ്ട്, ഈ മനുഷ്യർക്ക് ഒരു ആസ്വാദന ശേഷി പോലും ഇല്ല. ബൊർദോ എന്ന് പറഞ്ഞ ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റിന്റെ റൈറ്റിംഗ്സിൽ ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞൊരു വാദമുണ്ട്. അതായത് ചില മനുഷ്യർക്ക് മാത്രമേ ഈ ഹൈ കൾച്ചർ, കോട്ട് ആൻഡ് കോട്ട് ഹൈ കൾച്ചർ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതായത് സിനിമ എടുക്കാനുള്ള ശേഷി മാത്രമല്ല, സിനിമ ആസ്വദിക്കാനുള്ള ശേഷി പോലും ചില എലീറ്റ് ആയിട്ടുള്ള മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിന് ഇന്ന വിശേഷ പരിജ്ഞാനത്തിന്റെ കാര്യം പോലും അല്ല, അവരുടെ സോഷ്യൽ ക്ലാസ് അനുസരിച്ചാണ് ഇവിടെ ആസ്വാദന ശേഷിയുള്ളത്. ഇദ്ദേഹം നിരന്തരമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കൊമേഴ്ഷ്യൽ സിനിമയും ആർട്ട് ഹൗസ് സിനിമയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും ഞാൻ ആർട്ട് ഹൗസ് സിനിമയുടെ മാത്രം വക്താവാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് ഇതുകൊണ്ടാണ്. ഒരു ചെറിയ വിഭാഗം ആൾക്കാർക്ക് മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന സെറ്റ് ഓഫ് സിനിമകളാണ് ഞാൻ ചെയ്യുന്നത്. കാരണം അവരുടെ ആസ്വാദന ശേഷി ഹൈ ലെവലിലെ ആസ്വാദന ശേഷിയാണ്. ഇവിടെ വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, വളരെ നല്ല നിരൂപകരായിട്ടുള്ള മനുഷ്യർ നമുക്ക് കാണാം. സാധാരണ നമ്മുടെ വായനശാലകളിൽ പോയാൽ ബർഗ്മാന്റെ സിനിമകളും കിംകിഡൂക്കിന്റെ സിനിമകളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വായനശാലകൾ നമ്മൾക്ക് ഇന്നും കേരളത്തിൽ ഉണ്ടെന്ന് നമ്മൾ മറന്ന് പോകരുത്. അങ്ങനെ സാധാരണ ജനത്തിന്റെ കഥകൾ പറയുകയും പറഞ്ഞോട്ടെ. നിങ്ങളുടെ ലെവലില് ബെൽ ഹുക്സ് എന്ന് പറഞ്ഞ കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള സ്കോളർ വളരെ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്, സാധാരണക്കാരുടെ സിനിമകൾ എന്ന് പറഞ്ഞ സിനിമ അല്ലെങ്കിൽ സാധാരണക്കാരുടെ എഴുത്തുകൾ ഞങ്ങൾ നാരറ്റീവൈസ് ചെയ്യും, അതിനെക്കുറിച്ചുള്ള കഥകൾ ഞങ്ങളുടെയും, പക്ഷെ ഞങ്ങൾ സാധാരണക്കാരിൽ ഒരാളായി മാറുകയില്ലെന്നും അല്ലെങ്കിൽ സാധാരണക്കാരെ ഞങ്ങളുടെ സിനിമകളുടെ അല്ലെങ്കിൽ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കലയുടെ ആസ്വാദകരായി കാണുന്നില്ലെന്നും
കാണുന്ന ഈ ഒരു വലിയ ക്ലാസ് റേസ് എന്താ മറ്റൊരു എലീറ്റ് ഡിവൈഡ് നിലനിൽക്കുന്നുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് തിയററ്റിക്കലായിട്ട് തന്നെ പ്രൂവനാണ്. അത് തന്നെ അതിന്റെ എന്താ പറയുക, അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് നമ്മൾ അടൂരിന്റെ വാക്കുകളിലും സിനിമകളിലും നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി രാഹുൽ, എന്നിട്ട് എനിക്ക് ശ്രീധറിലേക്ക് പോകണം. രാഹുൽ വേഗം. ഒറ്റ വരിയിൽ പറയാം. കിന്നാരത്തുമ്പികൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തതാണ്. 12 ലക്ഷം രൂപ മുടക്കി 4 കോടി രൂപ നേടി. തൂവാനത്തുമ്പികൾ അത്ര വലിയ വിജയമായിരുന്നില്ല, പക്ഷേ തൂവാനത്തുമ്പികളല്ലേ ക്ലാസിക്. അപ്പൊ സിനിമയ്ക്ക് ക്ലാസ് ഒന്നൊരു കാര്യമുണ്ട്. ക്ലാസിക് ആവുന്നില്ലല്ലോ. രാഹുൽ അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. എന്ത് പറഞ്ഞാലും ഈ ജാതീയതയെ കണക്ട് ചെയ്യേണ്ട. ക്ലാസ് ഒന്നൊരു കാര്യമുണ്ട്. അടൂർ സാറിന്റെ സിനിമകൾക്ക് ക്ലാസ് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വിശ്വവിഖ്യാതനായ സംവിധായകനായത്. അടൂർ സാറിന്റെ സിനിമയ്ക്ക് ലോകോത്തര നിലവാരമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അടൂർ സാറിന്റെ സിനിമകൾക്ക് അങ്ങനെ ഒരു ക്ലാസ് ഇല്ലേ? അതിനെ ക്ലാസസ് എന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ? അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഒരു വേറെ ക്ലാസ് ഉണ്ട്. കളർ പർപ്പിൾ പോലെ പോലെ ഒരു സിനിമ അദ്ദേഹം എടുത്തിട്ടില്ല. ഹേർട്ട് ലോക്കർ പോലെ ഒരു സിനിമ അദ്ദേഹം എടുത്തിട്ടില്ല. ഞാൻ കാണുന്നതേ ഇത് അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒന്നും ഒരു പ്രശ്നമല്ല, മറിച്ച് പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഇത് മലയാളം ഈ മൊത്തത്തിൽ സിനിമയെ പറ്റി ഇവർ കാണുന്നത് പ്രിവിലേജ്ഡ് മെയിൽ ക്ലാസ് അപ്പർ കാസ്റ്റ് മെയിൽ ക്ലബ്ബായിട്ടാണ് ഇവർ കാണുന്നത്. അങ്ങനെ കാണുന്ന ഒരു സ്ഥലത്തിന് ആ ചില്ലുമേടയിൽ കല്ലേറുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് വർഷങ്ങളായി അത് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റനേകം സമൂഹങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അവിടേക്ക് കയറുകയാണ്. ഇന്ന് ആ കോൺക്ലേവ് ഇന്നലെ നടക്കുമ്പോഴും ആ കോൺക്ലേവിലും അത്തരം മനുഷ്യരുണ്ട്. അത് ഇത്തരത്തിലുള്ള പ്രായമായവരെ അസ്വസ്ഥമാക്കുന്നു. അപ്പോൾ അവർ എന്താണ് ഒന്ന് തൊലി സ്ക്രാച്ച് ചെയ്താൽ പുറത്തേക്ക് വരുന്ന തൊലിക്കകത്ത് കിടക്കുന്ന ഈ മുഴുവൻ വംശീയതയും ഈ സ്ത്രീ വിരുദ്ധതയും ദളിത് വിരുദ്ധതയും ഇങ്ങനെ തുടങ്ങിയ എല്ലാ മനുഷ്യവിരുദ്ധതകളും അപ്പോൾ പുറത്തേക്ക് വരുന്നു. ഇതാണ് നമ്മൾ കാണുന്ന കാഴ്ച. അപ്പോൾ ഈ കാഴ്ചക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ മുഴുവൻ മെറിറ്റിനെതിരാണ്, അല്ലെങ്കിൽ ഗുരുസ്ഥാനീയർക്കെതിരെ സംസാരിക്കുന്ന ഗുരുക്കളോട് ബഹുമാനമില്ലാത്തവരാണ് എന്നൊക്കെ പറയുന്ന പ്രതിരോധം വളരെ വളരെ ദുർബലമായൊരു പ്രതിരോധമാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ മുമ്പ് FB പോസ്റ്റ് എഴുതിയപ്പോൾ സൂചിപ്പിച്ചത്, യഥാർത്ഥത്തിൽ ഈ സഞ്ചാരം എന്ന് പറയുന്നത് ഒരു എലീറ്റ് കേശവൻ മാമൻ പോസ്റ്റിലേക്കുള്ള യാത്രയാണ്. അതായത് അടൂർ നിൽക്കുന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ തവിഴാമ കൊണ്ട് നമുക്ക് നിപ്പ മാറ്റാം എന്നോ ഒക്കെ പ്രചരിപ്പിക്കുന്ന കേശവൻ മാമന്മാരുടെ ഒരു എലീറ്റ് സ്ട്രക്ചറിലേക്ക് അടൂരിനെ പോലെ ഒരു പ്രതിഭാധനനായ ആൾ മാറുന്നു എന്നത് സത്യത്തിൽ സങ്കടകരമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതാണ് അദ്ദേഹം എത്തി നിൽക്കുന്ന ഒരു ഇതും ഒരു ആനുകൂല്യം കൊടുക്കലാണ്. ഈ പറയലും ഒരു ആനുകൂല്യം കൊടുക്കലാണ്. അതുകൊണ്ട് ശ്രീധരൻ, ഇപ്പോൾ അങ്ങും മാളവികയും തന്നെ പറയുകയുണ്ടായി നിരന്തരമായി എന്തൊക്കെ തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഓരോ വിഷയങ്ങളിലുമെന്ന്. ഇതൊക്കെ ഓരോ തരം സാമൂഹ്യ പ്രത്യാഘാതവും ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്രത്യേക മനോഗതിക്ക് ആധികാരികത നൽകുന്ന രൂപവും ശബ്ദവുമായി ഈ വ്യക്തിയുടെ ഇടപെടലുകൾ മാറുന്നുണ്ട്. അപ്പൊ എന്താ വേണ്ടത്? ഓഡിറ്റ് പുഷ്പവതി ചെയ്തതുപോലെ ഒരു ഇടപെടൽ ദീനുവയിൽ നടത്തിയിട്ടുണ്ട്. ഒരു പരാതി രൂപേണയാണ് അത് പോയിരിക്കുന്നത്. ഒരു സെക്കൻഡ്, ഇടതുപക്ഷ സർക്കാരാണല്ലോ. ഇയാളെ ഇങ്ങനെ അനാദികാലം കേശവമാമനായി ലബ്ധപ്രതിഷ്ഠ കിട്ടുന്ന ഒന്നാക്കാതെ കൃത്യമായി നിയമപരമായ വേദികളിൽ ഇതിന് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനാക്കുമോ ഇല്ലയോ? നിയമപരമായും പ്രത്യക്ഷമായും അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ആ കേസ് എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിയമപരമായും ഇദ്ദേഹത്തെ പോലുള്ളവർ ഇങ്ങനെ സംസാരിക്കുന്ന വേദികളിൽ പുഷ്പവതി ചെയ്തതുപോലെ പ്രത്യക്ഷമായും പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് ഇതിന് അനിവാര്യമായ കാര്യം. ഞാൻ പറഞ്ഞത് ഒരൊറ്റ പോയിന്റാണ്. ഇതൊരു സ്പെസിമൻ ആണ്. ഇത്തരം അനേകം പേരുണ്ട്. ബാക്കി ഇനിയും ഇങ്ങനെ തൊലിക്കകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ തമ്പുരാൻ ഷിപ്പ് പുറത്തു വരുന്ന ഒരുപാട് പേർ ഇവിടെ ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഇതിനോടൊപ്പം നമുക്ക് ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അത് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കണമെന്ന് കരുതുന്നു. പിന്നെ അടൂരിൻ്റെ കാര്യത്തിൽ എന്ത് ചർച്ച നടന്നാലും ഇത്തരം മനുഷ്യരെ തിരുത്താമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. പക്ഷേ ഇത്തരം മനുഷ്യരെ എക്സ്പ്ലിസിറ്റ് ആയി പുറത്തേക്ക് നമ്മൾ തുറന്നു വെക്കേണ്ടതുണ്ട്. ഇതാണിവർ, ഇത്രയേ ഉള്ളൂ, ഇതിലപ്പുറം ഒന്നുമില്ല. ഈ പറയുന്ന പരിണിതി പ്രജ്ഞനും മഹാഗുരുവും ഒന്നുമല്ല. ഒരു സാധാരണ മനുഷ്യൻ, ആ മനുഷ്യനാണെങ്കിൽ അങ്ങേയറ്റം മനുഷ്യവിരുദ്ധത കൊണ്ടു നടക്കുകയും ചെയ്യുന്നു എന്നത് പുറത്തേക്ക് തുറന്നു വെക്കാനുള്ള ഒരു അവസരമായി ഈ സന്ദർഭം മാറി. ശരി, സമയം കഴിയാണ്. 30 സെക്കൻഡ്. മാളവിക, കേസ് എടുക്കണോ വേണ്ടയോ? ഇപ്പോൾ SC/ST കമ്മീഷണർ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേസ് എടുക്കലൊക്കെ തഥൈവയായിരിക്കുമെന്നാണ് പറയുന്നത്. ഈ കാര്യത്തിൽ നിയമപരമായ പരിശോധനയ്ക്ക് ഈ വ്യക്തി വിധേയനാകണോ വേണ്ടയോ?
നിയമ പരിധിക്കുള്ളിൽ ഇത് വരുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം SC/ST അട്രോസിറ്റി ആക്ടിന്റെ പരിമിതികൾ അത് കുറേ വെള്ളം ചേർക്കപ്പെട്ടല്ലോ ഈ ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇത് വരുമോ എന്നറിയില്ല. പക്ഷേ ഈ കേസിന്റെ പെർവ്യൂവിൽ വരേണ്ട തന്നെയാണ്. കാരണം അവഹേളനം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. SC/ST വിഭാഗങ്ങളെ ഒട്ടും തന്നെ കഴിവില്ലാത്തവരായിട്ട് ഇത്രയധികം ദളിത് ഫിലിം മേക്കേഴ്സ് ഉണ്ടായിട്ടാണ്, ദളിത് ആക്ടേഴ്സ് ഉണ്ടായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ദിനുവേല് കൊടുത്ത ദിശ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ കൊടുത്ത ആ കേസിനെ ഞാൻ വലിയ രീതിയിൽ ഓൺ റെക്കോർഡ് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് എടുക്കപ്പെടുമോ എന്നുള്ളതിൽ എനിക്ക് സംശയങ്ങളും ഉണ്ട്. പക്ഷേ സോഷ്യൽ ഓഡിറ്റിംഗ് പുഷ്പവതി ചേച്ചി ചെയ്തതുപോലെ വളരെ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ റെസ്പോണ്ട് ചെയ്തത് വളരെ ചരിത്രപരമായിട്ട് ഉള്ള ഒരു ആക്ട് ആയിട്ട് തന്നെ അത് തങ്കലിപികളിൽ എഴുതപ്പെടുക, കേരളത്തിന്റെ ഫിലിം ഹിസ്റ്ററിയിൽ എഴുതപ്പെടുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സ്പെഷ്യൽ എഡിഷനിൽ ഒരു ഇടവേള കൂടി.